എല്ലാം പടച്ച തമ്പുരാനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധമായ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ മുനവ്വർ മദീന മുനവ്വറയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്റെ കഥ ആരംഭിക്കുകയാണ്. ബിസ്മിയും ഹംദും സലാത്തോതി ഞങ്ങൾ തുടങ്ങുന്നേ, ബദരീങ്ങൾ റിള ഞങ്ങൾ തേടുന്നേ, ബദരീങ്ങൾ റിള ഞങ്ങൾ തേടുന്നേ. ബദറൊത്ത നബി തന്റെ പുകൾ പാടും സദസ്സിലായി അതിശയം തുളുമ്പുന്ന കഥ പറയാം, അതിശയം തുളുമ്പുന്ന കഥ പറയാം, കഥ പറയാം, കഥ പറയാം, അതിശയം തുളുമ്പുന്ന കഥ പറയാം, കഥ പറയാം, കഥ പറയാം, അതിശയം തുളുമ്പുന്ന കഥ പറയാം. ബിസ്മിയും ഹംദും സലാത്തോതി ഞങ്ങൾ തുടങ്ങുന്നേ, ബദരീങ്ങൾ റിള ഞങ്ങൾ തേടുന്നേ, ബദരീങ്ങൾ റിള ഞങ്ങൾ തേടുന്നേ. ബദറൊത്ത നബി തന്റെ പുകൾ പാടും സദസ്സിലായി അതിശയം തുളുമ്പുന്ന കഥ പറയാം, അതിശയം തുളുമ്പുന്ന കഥ പറയാം, കഥ പറയാം, കഥ പറയാം, അതിശയം തുളുമ്പുന്ന കഥ പറയാം, കഥ പറയാം, കഥ പറയാം, അതിശയം തുളുമ്പുന്ന കഥ പറയാം. സഹോദരന്മാരെ, നിങ്ങളുടെ ശ്രദ്ധ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഷാം എന്ന പ്രദേശത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഷാമല്ല ഇന്നത്തെ ഷാം. ഷാം തന്നെ അത് ഇറാന്, ഇറാഖ്, ഈജിപ്ത്, ജോർദാന് തുടങ്ങിയ രാജ്യങ്ങളായി വിവിധ രാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഷാം എന്ന പ്രദേശമില്ല. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഷാമിനെ കുറിച്ചാണ്. ആ ഷാം എന്ന രാജ്യം ഭരിച്ചത് കൻആൻ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു മഹാരാജാവാണ്. കൻആനെ കുറിച്ച് പറയുമ്പോ ഒരു മൂമിനായ മനുഷ്യന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. 25 വർഷത്തോളം തന്റെ പ്രിയപ്പെട്ട പുത്രൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാതെ വിരഹവേദന അനുഭവിച്ച യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു വളർന്ന പ്രദേശം അതെ കൻആൻ എന്ന പ്രദേശം. എന്നാൽ ഷാം എന്ന രാജ്യം ഭരിക്കുന്നത് കൻആൻ രാജാവാ. ചരിത്രത്തിൽ കാണാം, ആ കൻആൻ എന്ന പ്രദേശത്ത് ജനിച്ചു വളർന്ന ആ മനുഷ്യനാണ് ഇവിടെ ഷാമിൽ എത്തിച്ചേർന്നത്. അദ്ദേഹമാണ് ഈ രാജ്യത്തിന്റെ അധിപൻ, അദ്ദേഹമാണ് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാര് ഷാം രാജ്യം ഭരിക്കുന്ന മഹാരാജാവിന് ഒരു പേരിട്ട് കൻആൻ രാജാവ്, കൻആൻ രാജാവ് എന്നാ. നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞോ എന്നല്ല, നോട്ടീസിലൊന്നും അങ്ങനെ കാണൂല അല്ലേ, അങ്ങനെ ഉണ്ടാവില്ല. അഷ്റഫ് മാസ്റ്റർ കോളാരി എന്നാ പറയാ. എന്നെ വിളിക്കല് സ്കൂളിലൊക്കെ എത്തിയാൽ കോളാരി മാഷ്, കോളാരി എന്നാ വിളിക്കുക. പേരെന്താന്നറിയില്ല, എന്താ ഈ കോളാരി എന്ന് പറയില്ല. ഒരു ഗ്രാമപ്രദേശമാണ് കോളാരി എന്ന പ്രദേശം. അവിടെയും മഹാന്മാരുണ്ട്. മക്കാമില ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. ആ മഹാന്മാരുടെ ഗുരുത്വം അല്ലാഹു നൽകട്ടെ. അപ്പൊ എന്നെ കോളാരി എന്നാ വിളിക്കും. അപ്പൊ അദ്ദേഹത്തിന് പേരുണ്ട്, പക്ഷെ നാട്ടുകാർ വിളിക്കുന്ന പേര് കൻആൻ രാജാവ്, കൻആൻ രാജാവ്. ഏതോ ആവട്ടെ, ഇനി നമുക്കറിയേണ്ടത് അദ്ദേഹത്തിന്റെ ഭരണം എങ്ങനെയായിരിക്കും? ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണോ? അതെ, നമ്മുടെ ചരിത്രം ഇങ്ങനെ പോയാലോ? ദുഷിച്ചൊരു ഭരണവും നടത്തിയിടും രാജനല്ലോ, അതെ ദുരിതത്താൽ ജനമെന്ന് വലഞ്ഞല്ലോ. ദുഷിച്ചൊരു ഭരണവും നടത്തിയിടും രാജനല്ലോ, പ്രിയപ്പെട്ട ജനമെന്ന് വലഞ്ഞല്ലോ. ത്തിന്റെ വഴിയിലായി സഹനത്തെ മറന്നുള്ള കനാനിൻ രാജാവിന്റെ കഥ പറയാ. സുഖത്തിന്റെ വഴിയിലായി സഹനത്തെ മറന്നുള്ള കനാൻ രാജാവിന്റെ കഥ പറയാ. ബിസ്മിയും ഹംദും സ്വലാത്തോതി ഞങ്ങൾ തുടങ്ങുന്നേ, ബദരീങ്ങൾ റിള ഞങ്ങൾ തേടുന്നേ, ബദരീങ്ങൾ റിള ഞങ്ങൾ തേടുന്നേ. ബദറൊത്ത നബി തന്റെ പുകൾ പാടും സദസ്സിലായി അതിശയം തുളുമ്പുന്ന കഥ പറയാം, അതിശയം തുളുമ്പുന്ന കഥ പറയാം, കഥ പറയാം,
കഥ പറയാം, അതിശയം തുളുമ്പുന്ന കഥ പറയാം, കഥ പറയാം, കഥ പറയാം, അതിശയം തുളുമ്പുന്ന കഥ പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൻആൻ രാജാവിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയുള്ള ഒരു നല്ല ഭരണമായിരുന്നില്ല കൻആൻ രാജാവിൻ്റെത്. സ്വന്തം കാര്യം നോക്കി, സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കി, കുടുംബത്തിന്റെ ഭദ്രത മാത്രം നോക്കി രാജ്യം ഭരണം നടത്തിയ ഒരു ചെകുത്താനായ, ഒരു ദുഷിച്ച ഭരണാധികാരിയായിരുന്നു കൻആൻ രാജാവ് എന്നുള്ളതാണ് ചരിത്രം അടയാളപ്പെടുത്തിയത്. ഓരോ ഭരണാധികാരികളെ കുറിച്ചും നമുക്കറിയാം. ജീവിച്ചിരിക്കുന്നവർക്ക് ഇന്നത്തെ ഭരണാധികാരികളെ കുറിച്ച് അറിയാം, കഴിഞ്ഞുപോയവർക്ക് അവരുടെ ഭരണാധികാരികളെ കുറിച്ച് അറിയാം. പക്ഷേ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ലക്കും ലഗാനുമില്ലാതെ, പ്രജകൾക്ക് യാതൊരുവിധ ക്ഷേമവും ഐശ്വര്യവും നൽകാത്ത ഒരു വല്ലാത്ത ഭരണമായിരുന്നു കൻആൻ രാജാവ് നടത്തിയത് എന്നാണ്. നമ്മുടെ സ്വന്തം കുടുംബത്തെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല, ആ കുടുംബം താറുമാറാകും. അതുപോലെ രാജ്യം താറുമാറാവുകയാണ്. അദ്ദേഹത്തിന് ഒരു പതിവുണ്ട്, ഞാൻ കൂടുതലായി വിവരണത്തിലേക്ക് കടക്കണില്ല. ശിക്കാറിന് പോവുക എന്ന പതിവ് എന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് പോകുക, മാനൊക്കെ വേട്ടയാടി പിടിക്കുക, അങ്ങനെ തീയിലിട്ട് ചുട്ട് തിന്നുക, മദ്യം സേവിക്കുക. ഒരുപാട് കൂട്ടുകാരും മഹാരാജാവിനുണ്ട്. അങ്ങനെ മഹാരാജാവ് തന്റെ ഒരു ദിവസം കൂട്ടുകാരെയൊക്കെ കൂട്ടി കുടുംബനത്തിലേക്ക് അങ്ങനെ മുന്നോട്ട് പോവുക. രാജപാതകളും ഇടവഴികളും പിന്നിട്ട് മലമ്പാതകൾ താണ്ടി മഹാരാജാവ് മുന്നോട്ട് പോയി. എടാ, കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകാം, അവിടെയാണ് മാനും മുയലൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞ് അവരിങ്ങനെ മുന്നോട്ട് നടന്നു പോയി. കൂടെയുള്ള ആളുകൾ തോക്കപ്പിടിച്ച് ഇങ്ങനെ ഉണ്ട്, അവിടെ ഉണ്ടാകും ഇവിടെ ഉണ്ടാകും നോക്കടാ. പക്ഷേ ഒരു മാനിനെയും മുയലിനെയും ഒന്നും കാണുന്നില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയി, കാടിന്റെ അഗാധത്തിലേക്ക് മുന്നോട്ട് പോയി. ദീർഘവീക്ഷണത്തോടു കൂടി അവർ നോക്കിയപ്പോ എന്തോ ഒരു പുള്ളിയുള്ള ഒരു സാധനം ഓടുന്നത് കണ്ടപ്പോ രാജാവ് അസ്ത്രമെടുത്തു രാജാവിന്റെ കൽപ്പന പ്രകാരം രാജൻ ശബ്ദം കേട്ട് ഞെട്ടിടലായി. സുന്ദരിയായൊരു പെൺകൊടിയാണ് നിലവിളിയായി. അസ്ത്രമെടുത്തു രാജനടുത്തു, മാനിനെ വീട്ടാനമ്പ് തൊടുത്തു. ഉടനടി രാജൻ ശബ്ദം കേട്ട് ഞെട്ടിടലായി. അന്ന് സുന്ദരിയായൊരു പെൺകൊടിയാണ് നിലവിളിയായി. മഹാരാജാവ് ഒരസ്ത്രം അങ്ങോട്ട് വിടാൻ പറഞ്ഞപ്പോ എല്ലാവരും അസ്ത്രം എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് വിട്ട്. അസ്ത്രം എഴുത ഭാഗത്ത് നിന്നൊരു നിലവിളിയാ കേൾക്കണത്. സംസാരിക്കുന്ന മാനോ? അവരോടിപ്പോയി. അത് മാനല്ല, ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവരോടിച്ചെന്ന് അത്ഭുതവും അമ്പരപ്പും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് അസ്ത്രം അവർക്ക് കൊണ്ടിട്ടുമില്ല. കുട്ടിയാണെങ്കിൽ കരയാൻ തുടങ്ങി. പെണ്ണിന്റെ അടുത്ത് വെച്ച് മഹാരാജാവ് ചോദിച്ചു, പെണ്ണെ, ഈ കുടുംബനത്തിൽ ക്രൂരജീവികൾ അധിവസിക്കുന്ന ഈ വനത്തിൽ എന്താ നിനക്ക് പണി? നീ എന്തിനാ അവിടെ വന്ന്? മഹാരാജാവ് ചോദിച്ചു. കൂട്ടുകാരി ചോദിച്ചു. ഒന്നിനും ഒരു മറുപടിയില്ല. ആ പെണ്ണിങ്ങനെ കരയാണ്. അവസാനം രാജാവ് ഗൗരവത്തോട് ചോദിച്ചു, എടി പെണ്ണേ, നിന്നോടാ ചോദിച്ചത്, നീ എന്താ കരയണത്? പറ. കേൾക്കണം രാജാ, കാര്യമിതെന്ത്, കാത്തിടണേ മതിയാതെയുമിന്ന്. ഉമ്മ മറിഞ്ഞൊരു വേദനയാണ് രാജാവേ കഴിയുകയാണ്. പിന്നെ ജോലിയൊക്കെയും ചെയ്തു തളർന്ന് വന്നതുമാണ്. അസ്ത്രമെടുത്തു രാജനടുത്തു, മാനിനെ വീഴ്ത്താനമ്പ് തൊടുത്തു. ഉടനടി രാജൻ ശബ്ദം കേട്ട് ഞെട്ടിടലായി. അന്ന് സുന്ദരിയായൊരു പെൺകൊടിയാണ് നിലവിളിയായി. അവിടെ ആ പെണ്ണ് ഒന്നും പറയാതെ നിന്നപ്പോ മഹാരാജാവ് ഗൗരവത്തോടു കൂടി ചോദിച്ചു. ഏകദേശം മഹാരാജാവിനെ കുറിച്ച് ആ പെണ്ണിനെ അറിയാം. രാജാവ് ഗൗരവത്തോട് ചോദിച്ചു, എടി പെണ്ണെ, പറ, നീ എന്തിനാ കൊടുമാനത്തിൽ വന്ന്? നീ എന്തിനാ ഇങ്ങനെ കരയണ്? പറ. ആ പെണ്ണ് പറയാൻ തുടങ്ങി. മഹാരാജാവേ, എന്താ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അതിനെന്താ? ഇവിടെ കൊടുമാനത്തിലാണോ വന്ന് കഴിയേണ്ടത്? എന്റെ പിതാവ് മറ്റൊരു കല്യാണം കഴിച്ചു. എന്റെ ഉമ്മയ്ക്ക് പകരം മറ്റൊരു ഉമ്മ എന്റെ വീട്ടിലേക്ക് വന്നു. എളാമ എന്ന് വിളിക്കും മഹാരാജാവേ. പക്ഷേ ആ എളാമ എന്റെ വീട്ടിൽ വന്നപ്പോ
എൻ്റെ ഉമ്മ എനിക്ക് നൽകിയ സുഖവും സൗകര്യവും സന്തോഷവും നല്ല വാക്കുകളും ഒന്നും എൻ്റെ എളാമ എന്നോട് സംസാരിച്ചില്ല മഹാരാജാവേ. വീട്ടിലെ മുഴുവൻ ജോലികളും ഞാൻ ചെയ്യണം. മുറ്റം തൂത്തുവാരണം, വീടാകെ തൂത്തുവാരണം, ഭക്ഷണം പാകം ചെയ്യണം, പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കണം. ഞാനൊരല്പം വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ എന്റെ എളാമ വിളിച്ചു പറയും, എന്താ ഇവിടെ ഇരിക്കണേ? രാജകുമാരിയോ? മുറ്റടിച്ചു വാരിയോ? പാത്രം കഴുകിയോ? എന്തൊക്കെ ചോദിച്ചിട്ട് മഹാരാജാവേ എന്നെ വേദനിപ്പിക്കും. ഞാനങ്ങനെ വളരെ വേദനയോടെ കിടന്നുറങ്ങുമ്പോ ഒരു ദിവസം എൻ്റെ ഉമ്മ എൻ്റെ സ്വപ്നത്തിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, പൊന്നുമോളെ, നീ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോയിക്കോ എന്നെൻ്റെ ഉമ്മ സ്വപ്നത്തിലൂടെ കാണിച്ചു തന്നപ്പോ ഞാൻ അങ്ങനെ ദുർഘടങ്ങൾ നിറഞ്ഞ വഴികളും ചുട്ടുപൊള്ളുന്ന മണൽത്തരികളെയും വകഞ്ഞു മാറ്റി. പ്രിയപ്പെട്ട മഹാരാജാവേ, പകല് മുഴുവനും നടന്ന് രാത്രിയാകുമ്പോ ഞാൻ എത്തിപ്പെട്ടത് ഈ കൊടുംവനത്തില. നേരം വെളുക്കുന്നത് വരെ പേടിയോടെ ഭീതിയോടെ മരത്തിന്റെ ചുവട്ടിൽ ഞാൻ ഇങ്ങനെ വിറയാർന്ന് കഴിച്ചു മഹാരാജാവേ. നേരം വെളുത്തപ്പോഴാണ് ഒരു മനുഷ്യ ശബ്ദം ഞാൻ കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിങ്ങനെ പൊട്ടിക്കരയുന്ന രംഗം കണ്ടപ്പോ കല്യാണം കഴിക്കാത്ത സുന്ദരനായ സുമുഖനായ ജീവിതം എന്തെന്ന് പോലും ചിന്തിക്കാത്ത മഹാരാജാവിന്റെ കൽബിൽ ഒരു വല്ലാത്തൊരു സ്നേഹം അങ്ങോട്ട് വന്നു. ആരോട്? ഈ പെണ്ണിനോട്. പെണ്ണിനെങ്ങനെ നോക്കി രാജാവ്? സുന്ദരിയായ പെണ്ണ. ഞാനാണെങ്കിലോ കല്യാണം കഴിച്ചിട്ടുമില്ല, പുറത്ത് പറഞ്ഞിട്ടുമില്ല. വേറെ കാര്യം. രാജാവ് അങ്ങനെ ആഗ്രഹമൊക്കെ വെച്ച് രാജാവ് പറഞ്ഞു, ആൾക്കാരെ ഈ പെണ്ണിനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കോ. അവര് പറഞ്ഞു, ഈ പെണ്ണിന്റെ കാര്യം പോക്ക. എന്താ രാജാവിന്റെ പരിപാടിയോ തന്നെയാ. കല്യാണം കഴിക്കണമെന്നില്ല. രാജ്യത്തെ സുന്ദരിമാരായ പെൺകുട്ടികളെയൊക്കെ മഹാരാജാവിന്റെ മുന്നിൽ കാണിക്ക വെക്കൽ പതിവ്. പെണ്ണിന്റെ കാര്യമൊക്കെ പോക്ക, എന്നാലും പെണ്ണിനെ കൊട്ടാരത്തിൽ എത്തിക്കാം എന്ന രീതിയിൽ കൊട്ടാരത്തിൽ എത്തിച്ചു. പട്ടാളക്കാർ നാനാഭാഗത്തേക്കും പോയി. പക്ഷേ മഹാരാജാവ് കിടന്നാലും ഉറങ്ങുമ്പോ എണീച്ചാലും ഇരുന്നാലും മഹാരാജാവിന്റെ മനസ്സിൽ ഇങ്ങനെ ഈ പെണ്ണിന്റെ മുഖവും ഈ പെണ്ണിന്റെ സൗന്ദര്യത്തെ കുറിച്ചും ഈ പെണ്ണിന് ആരും ഇല്ലല്ലോ, ആരോടാ ഞാനൊരു കല്യാണം ആലോചിക്കുക എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോ രാജാവിന് തന്നെ തോന്നി, ഒരു കാര്യം ചെയ്യാം, പെണ്ണിനോട് തന്നെ ഡയറക്റ്റ് ചോദിക്കാം. എന്റെ കൊട്ടാരത്തിലല്ലേ പെണ്ണ് കഴിയുന്നത്. ഇടക്കിടക്കൊക്കെ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് ഞാനിൻ്റെതല്ലേ നീ ഇങ്ങനെയൊക്കെ പാടി ഇങ്ങനെ പോകൂ. ഒരു ദിവസം രാജാവ് ഉള്ള ധൈര്യത്തിൽ പറഞ്ഞു, എടി പെണ്ണ്, നീ എന്റേതല്ലേ ഞാനിൻ്റെതല്ലേ നമ്മളെന്നും ഒന്നല്ലേടി. വിളിച്ചു രാജാവ്, നമുക്കൊരു മനമല്ലയോ നോക്കിയേ, ഞാനാ നീ എന്റെ സ്വന്തമല്ലോ. നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ നമ്മളെന്നും ഒന്നല്ലടി. നമുക്കൊരു മനമല്ലയോ. ആ റൂമിന്റെ മുന്നില് നീ എന്റെ സ്വന്തമല്ലയോ. എന്റെ കിനാവേ മുഞ്ചത്തി ഇഷ്ടമൊരുക്കി തഞ്ചത്തിൽ. പെണ്ണിന്റെ റൂമിന്റെ ഒരു ഭാഗത്ത് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ മഹാരാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഏയ് പെണ്ണേ, പേര് നേരത്തെ പറഞ്ഞു, തിബുത്തി എന്നാണ് ആ പെണ്ണിനെ ചരിത്രത്തിൽ അറിയപ്പെടുത്തുന്നത്. അങ്ങനെ ആ തിബുത്തി എന്ന പെണ്ണിന്റെ മുന്നിൽ കിന്നാരത്തിലുള്ള വാക്കുകളൊക്കെ മഹാരാജാവ് പറഞ്ഞു. എന്റെ ഉപ്പക്ക് എന്നോട് ഇഷ്ടമില്ല, എളാമയാണെങ്കിൽ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ ഉമ്മയാണെങ്കിൽ ലോകത്തോട് വിട പറഞ്ഞു പോയി, ഈ രാജാവെങ്കിലും എന്നോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുണ്ടല്ലോ, ഈ രാജാവിന് എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് എതിർത്തൊന്നും പറഞ്ഞില്ല. കാര്യമില്ല മഹാരാജാവേ, ആരും വേണ്ട, നീ മതി എനിക്ക് രാജാവ്, കാര്യം വേണ്ട. നിന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ എന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ തന്നെയാ, നിന്റെ കുടുംബമൊക്കെ എന്റെ കുടുംബം തന്നെയാ. അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ മഹാരാജാവ് തയ്യാർ ചെയ്തു കൊടുക്കുന്നു. ദിവസങ്ങൾ മാസങ്ങൾക്ക് വഴിമാറിക്കൊടുത്തു. മഹാരാജാവിന്റെ ആഗ്രഹം നടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ തിബുത്തിയെ മഹാരാജാവിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. 1000 ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായി മഹാരാജാവ് കഴിയുമ്പോ തിബുത്തി എന്ന സുന്ദരിയായ പെണ്ണ് തന്റെ പട്ടുമെത്തയിൽ മണിയറയിൽ കയറിയപ്പോ രാജാവിന്റെ മനസ്സിൽ മഹാരാജാവിന്റെ സ്വപ്നങ്ങൾ പൂവണിയുകയായിരുന്നു. ഒരു കല്യാണത്തിന്റെ നാട്ടുകാര് മുഴുവൻ ഒരുമിച്ച് കൂടിയപ്പോ കല്യാണ നാളിലായി ചരിത്തോഴൻ
കിനാവ് കണ്ടിരിക്കുന്ന ഇതമൊത്ത കല്യാണ നാളിതിലായി. ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചെന്ന് പെണ്ണാളെ. ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചെന്ന് പെണ്ണാളെ. കിളികൊത്ത കളിത്തോഴ കിനാവിലിരിക്കുന്ന ഹിതമൊത്ത കല്യാണ നാളിതിലായി. മൈലാഞ്ചി കൈകൊട്ടി പാടിയിടാമിന്ന് മംഗല്യഗാനങ്ങൾ പാടിയിടാം. മൈലാഞ്ചി കൈകൊട്ടി പാടിയിടാം ഇന്ന് മംഗല്യഗാനങ്ങൾ പാടിയിടാം. ചേലൊത്തമാരൻ വന്നെത്തുന്ന നേരം ചേലിൽ നമ്മൾ ഇന്ന് പാടിയിടാം. ചേലൊത്തമാരൻ വന്നെത്തുന്ന നേരം ചേലിൽ നമ്മൾ ഇന്ന് പാടിയിടാം. മധുരത്തിൻ തേൻകനി മോളെ മുഹബത്തിനാൽ കടി നീയേ. മധുരത്തിൻ തേൻകനി മോളെ മുഹബത്തിനാൽ കടൽ നീയേ. ഒഞ്ചില്ലൊരു കിടിവെണ്ണെ കൊഞ്ചിക്കുഴിയടനെ ഒഞ്ചില്ലൊരു കിടിവെണ്ണെ കൊഞ്ചിക്കുഴിയടനെ കിളിപോത്ത കളിത്തോടെ കിനാവ് കണ്ടിരിക്കുന്ന ഇതമൊത്ത കല്യാണ നാളിതിലായി. കിളികൊത്ത കളിത്തോടെ കിനാവ് കണ്ടിരിക്കുന്ന വളരെ സന്തോഷത്തോടുകൂടി ഇതമൊത്ത കല്യാണ നാളിതിലായി. നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ കല്യാണം സമംഗളം, സന്തോഷം, സാമോദം, നല്ല ഭംഗിയിൽ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. മനോഹരമായ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാലല്ലേ കവികൾ പറയാറുള്ളത് ഫസ്റ്റ് നൈറ്റ്, സെക്കൻഡ് നൈറ്റ്, തേർഡ് നൈറ്റ് അല്ലേ? സാബിത്തെ കല്യാണം കഴിഞ്ഞില്ലേ? ഓൻ്റെ മുഖം നോക്കിയാൽ തന്നെ തിരിയുന്നില്ലേ കല്യാണം കഴിഞ്ഞിന്? എന്നെ നോക്കിയാലും തിരിയും. ഇവരെ രണ്ടാളെ നോക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ? അവർ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഉമ്മ യാത്ര അയച്ചതാ, നമ്മളെ ഓള് യാത്ര അയച്ചതാ. അതുകൊണ്ടാണ് ഈ കോലം. ഉണ്ടാ ചിരിക്കുന്നു. ഉമ്മ പോയിട്ട് ബാ മോനെ, നമ്മൾ ഓള് പറഞ്ഞ് പോയിട്ട് ബാ മോനെ എന്ന് പറഞ്ഞില്ല, പോയിട്ട് ബാന്നേ പറഞ്ഞിട്ടില്ല, ബെർണോന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഓള്. ഇപ്പോൾ ഒരു ഉസ്താദ് വയലിൽ വന്ന് ഉസ്താദ് വയൽ പറയാൻ വന്നപ്പോൾ ഒരു കാര്യം ചോദിച്ചു. എല്ലാവരും കല്യാണം കഴിച്ചവരില്ലേ ഇവിടെ? അവർ പറഞ്ഞ ആ ഉസ്താദെ കഴിച്ചിന്. ആ ഉസ്താദ് ചോദിക്കലാന്ന് സദസ്സിനോട്, നിങ്ങളിപ്പം നിൽക്കണ്ട കേട്ടാ, നിങ്ങളോടല്ല, പണ്ട് ഉസ്താദ് ചോദിച്ചതാണ്. ഭാര്യനെ പേടിയുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. ഉസ്താദ് കുറെ ആൾ എഴുന്നേറ്റ് നിന്ന്, ഏകദേശം എന്നെ പോലത്തെ ഇവനെല്ലാം പോലത്തെ എണീച്ചെന്ന്. ആ ഇരിക്കും. ആ ഭാര്യയെ പേടിയില്ലാത്തവർ എഴുന്നേറ്റ് നിൽക്കുക. കുറച്ച് ഏകദേശം ഇവരെല്ലാം പോലത്തെ ആള് പേടിയില്ലാണ്ട്, നമ്മുടെ അബ്ബാസ് ചാനൻ പോലത്തെ ആൾ എഴുന്നേറ്റ് നിന്ന്, അവർക്ക് ഭാര്യനെ പേടിയില്ല. ആ ഇരിക്കും. അപ്പൊ ഉസ്താദ് ചോദിച്ചപ്പോ കുറെ ടീം എഴുന്നേൽക്കാണ്ട് അങ്ങ് ഇരിക്കുന്നു. ഉസ്താദ് ചോദിച്ചു, ആ എന്താ നിങ്ങൾ എഴുന്നേൽക്കാത്ത? ഇവരെ പേടിയുള്ളവരുണ്ട്, പേടിയില്ലാത്ത, നിങ്ങൾ എന്താ എഴുന്നേൽക്കാത്ത? അവര് പറഞ്ഞു, ഉസ്താദെ എഴുന്നേൽക്കണോ എഴുന്നേൽക്കണ്ടേന്ന് ഞാൻ ഓളോട് ചോദിച്ചിട്ടില്ലാന്ന്. അതാണ് ചില ആണുങ്ങന്മാരുടെ കൊടുക്കണം പെരടിക്ക്. അവരെ എഴുന്നേൽക്കണോ എഴുന്നേൽക്കണ്ടേന്ന് ഓളോട് ചോദിച്ചില്ല, അങ്ങനെ ഉള്ള ടീമും കൂടി ഇവിടെ ഉണ്ട്. അതാത് പേടി അല്ലേ? അല്ലാ, മഹാരാജാവിന്റെയും തിബത്തിയുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് അല്ലേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ടൂറ് പോകല്ല, അങ്ങനെ ഉണ്ടല്ലോ. വയനാട്ടിൽ ടൂറിന് പോയിട്ടല്ലേ ആനൻ്റെ അടി കൊണ്ടിട്ട് ഓരോരുത്തർ മരത്തിൻ്റെ മുകളിലെല്ലാം കയറിയെന്ന്. പണ്ട് അണ്ണന്മാർ നിൽക്കുന്ന സ്ഥലം ആടെ ഇപ്പം നമ്മൾ പോയിക്കുക. എന്നിട്ട് ആനയെല്ലാം വന്ന് മരയെല്ലാം മറിച്ചിട്ട് ആനെല്ലാം ഉണ്ടായിന്. ഇപ്പോൾ എന്തോ ഒരു എന്ത് കൊമ്പന, അരിക്കൊമ്പൻ വരുന്ന എന്നെ കേൾക്കുന്നുണ്ട്. അരിക്കൊമ്പൻ ഇങ്ങനെ ഇങ്ങോട്ടങ്ങും വന്നിട്ടുണ്ടോ എന്നൊക്കെ. അരിക്കൊമ്പൻ പറഞ്ഞ് നമ്മൾ ഈ നാട് വിട്ട് പോവില്ല, ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് എന്നാ ക്യാമറയിൽ കാണിക്കുന്നത്. ഇങ്ങോട്ടല്ല, നിങ്ങൾ പേടിക്കണ്ട, അങ്ങോട്ട്. ടൂറിലും പോകും പണ്ട്, അതൊരു സംഭവമല്ലേ. 3 ചങ്ങായിമാർ കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ പറഞ്ഞ് നമുക്ക് ടൂറ് പോണ്ടേടാ. അവർ പറഞ്ഞ് ടൂറ് പോണ്ടേന്നാ. ഓൾ ഇന്നലെ ചോദിക്കാൻ തുടങ്ങി എവിടെയാ പോകുന്നതെന്ന്. ആ നമുക്ക് പോകാം. അവർ 3 ആളും പോയി. അങ്ങനെ ഒരു വലിയ ഹോട്ടലിൽ അവർ കയറി. ഭക്ഷണം തിന്നാനായി പോകുന്നത് തന്നെ തിന്നാനാണ്. പോയി ആ ഹോട്ടലിലിരുന്ന് ഒരു ഭാര്യ ഭർത്താവ് അങ്ങനെ 3 ആളും ഇരുന്ന്. അപ്പോൾ അവർക്ക് ഓരോ സാധനമൊക്കെ കൊണ്ടുവച്ച്. അപ്പോഴാണ് ഒരു ഭർത്താവ് പറയുന്ന ഓളോട്, എന്താ പറയുന്നത്, ഷുഗറിങ് എടുക്ക് പഞ്ചാരേന്ന്. ഓ ചോനെ. അപ്പൊ തൊട്ടടുത്തൊരു ഭർത്താവുണ്ട്.
ഓനും വിചാരിച്ച് ഇവൻ പറഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഓളെന്താ വിചാരിക്കുക. ഇവനും പറഞ്ഞ് ദാനിഷേ ലിവറിങ് എടുക്ക് കയറലേന്ന്. അപ്പം മൂന്നാമത്തെ ഏകദേശം എന്നെ പോലത്തെ ഒരുത്തനുണ്ട്. ഓൻ വിചാരിച്ച് റബ്ബേ ഞാനൊന്നും പറയുന്നില്ലല്ലോ. ഓൻ്റെ ഓളും വിചാരിക്കുന്ന അനക്കുണ്ടല്ലോ ഒരു കുന്തം പുതിങ്ങ പോലത്തെ ഒരു സാധനം, ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഏടനാ റബ്ബേ ഇതിനെല്ലാം കിട്ടിപ്പോയിനി എന്ന് ഓള് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവൻ പറഞ്ഞ് എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞ് ബീഫിങ് എടുക്ക് പോത്തേന്ന്. പിന്നെ ആടെ എന്താ നടന്നതെന്ന് നമുക്കറിയില്ല. കഥ മുന്നോട്ട് പോകേണ്ടോണ്ട് അടിയാടെ നടക്കട്ടെ അല്ലേ. പെണ്ണുങ്ങളോട് പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. എനിക്കെന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹ വാർഷികം നടക്കുക, നമ്മൾ പോയിട്ട് റിങ്ങും ഇതെല്ലാം കൊടുത്ത്. അന്നേരം എൻ്റെ ഓള് പറഞ്ഞ് ഞമ്മക്കും ഉണ്ടൊരു വിവാഹ വാർഷികം. എൻ്റെ ഓള് പഠിച്ചോനെ ഞാനെന്നാ ഇപ്പം ചെയ്യാം, ഞാൻ പെട്ടെന്ന് ഭയങ്കര ബുദ്ധിയാണ് എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ് വിവാഹ വാർഷികം നടത്തുന്നതിന് ഒരു പ്രശ്നമില്ല. എന്താ പിന്നെന്നാ നീ എന്നെയല്ലേ നെയ്ച്ചോറ് വെക്കണ്ടേ, നീ എന്നെയല്ലേ ബിരിയാണി വെക്കണ്ടേ, ഒരു പാത്രം കേൾക്കാനിവിടെ ആരെങ്കിലും ഉണ്ടാവുമോ? അത് വിചാരിച്ചിട്ടാണ് ഞാൻ നടത്താതെ. അന്നേരം ഓക്ക് തോന്നി എൻ്റെ മുഖത്തിങ്ങനെ നോക്കി ചിരി വരുന്നുണ്ടോ എന്ന്. ഞാൻ ചിരിക്കാണ്ട് ഇങ്ങനെ ശ്വാസം പിടിച്ചു നിന്ന് അങ്ങനെ രക്ഷപ്പെട്ട്. അതുകൊണ്ട് ചില ഭാര്യമാരെടുക്ക് ചില ബുദ്ധി പ്രയോഗിച്ചാൽ രക്ഷപ്പെടും. പാവങ്ങളാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത്രേ വേണ്ടു, നിസ്സാരമായിട്ട് അങ്ങനെ അറിഞ്ഞു. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് തിബിത്തിയുടെയും മഹാരാജാവിന്റെയും ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ അവർക്ക് നൽകി. എന്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞിനെ താലോലിച്ച് താരാട്ടുപാടി പാലും തേനും നൽകി ആ പൊന്നുമോനെ മഹാരാജാവും തിബിത്തി എന്ന പെണ്ണും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ തന്നെ കടന്നുറങ്ങുക. പൊന്നുമോന് മധ്യത്തിൽ, ഭാര്യ അവിടെ, ഭർത്താവിങ്ങൻ. അങ്ങനെ കടന്നുറങ്ങുമ്പോ മഹാരാജാവിന്റെ പ്രിയപ്പെട്ടവരെ ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് മഹാരാജാവ് കണ്ട സ്വപ്നം? അതെ, ഉണ്ട് ഒരു നീലാവിലെന്ന് മഹാരാജാവ് ഉണരുന്നേ മനമിൽ നിന്ന് പൊട്ടി തകരുന്നേ മനവുമെന്ന് മഹാരാജ കനവിലെന്ന് ഉണ്ട് ഒരു സർപ്പം നീലാവിലെന്ന് ഉണരുന്നേ മനമിൽ നിന്ന് പൊട്ടി തകരുന്നേ മനവുമെന്ന്. മഹാരാജാവ് ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോ ഒരു സ്വപ്നം കാണുകയാണ്. വല്ലാത്തൊരു സ്വപ്നം കണ്ട് രാജാവ് ഞെട്ടി എഴുന്നേറ്റ് ഉണർന്ന് ഇരുന്നിങ്ങനെ നോക്കുമ്പോണ്ട് തിബിത്തി എന്ന പെണ്ണിങ്ങനെ കൂർക്കം വെച്ചിട്ട് ഉറങ്ങുന്നു. രാജാവ് വിളിച്ച് എണീക്ക്. ഓളിങ്ങനെ ചോദിച്ചു എന്തെന്നാ? ഞാനൊരു സ്വപ്നം കണ്ട്. അതിനെന്താ വേണ്ടേ? ഇപ്പം പറയണോ? ഇവള് പറഞ്ഞ് രാവിലെ പറയാ. രാവിലേക്ക് മറന്നോ? നീ എണീക്ക്. ഓളെ വിളിച്ച് ഓള് എഴുന്നേറ്റിരുന്ന്. എന്നിട്ട് ഇവൾ ഇദ്ദേഹം പരുതാണ്. എന്റെ പൊന്നു മോൻ എവിടെ? ഇതാ മോൻ ഇവിടെ ഉറങ്ങണ്ടല്ലോ. എടുത്തി വിത്തി. ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോ എന്റെ പൊന്നു മോനെ എടുക്കാൻ വേണ്ടി ഞാൻ തൊട്ടിലിന്റെ സമീപത്തേക്ക് മുന്നോട്ട് പോകുമ്പോ എടി പെണ്ണ്, ഒരു സർപ്പം ആ തൊട്ടിൽ നിന്നും പുറത്തേക്ക് പത്തി വിടർത്തി എന്നെ കൊത്താൻ വേണ്ടി മുന്നോട്ട് വന്നു. ഞാൻ പിന്നോട്ട് മാറി. ഇതാണ് ഞാൻ കണ്ട സ്വപ്നം. എന്റെ പൊന്നുമോനെ എടുക്കാൻ വേണ്ടി പോയപ്പോ ആ തൊട്ടിൽ നിന്നും ഒരു വലിയ വിഷസർപ്പം എന്റെ മുന്നിലേക്ക് പത്തി വിടർത്ത് വന്നപ്പോ ഞാൻ പിന്നോട്ട് മറഞ്ഞു വീണു. ഇത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഭാര്യ പറഞ്ഞു, അതെന്തോ നിങ്ങൾ കണ്ട സ്വപ്നം. ഞാൻ അങ്ങനെ പല സ്വപ്നവും കാണാറുണ്ട്. നിങ്ങൾ അവിടെ കിടക്ക് മനുഷ്യ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ ദുഃഖം ആരോടും പറഞ്ഞില്ല. അങ്ങനെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുന്ന, തഅബീർ പറയുന്ന ആളുകളെ ദർബാർ ഹാളിലേക്ക് മഹാരാജാവ് വരുത്തിച്ചു. അപ്പോൾ അവര് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മഹാരാജാവേ, എന്താണ് നിങ്ങൾ ചിരിക്കണേ? നിങ്ങൾ കണ്ട സ്വപ്നം കുട്ടി എടുക്കാൻ വേണ്ടി പോയി അല്ലേ? ഒരു വിഷസർപ്പം നിങ്ങളെ കൊത്താൻ വേണ്ടി ആ തൊട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു അല്ലേ? രാജാവേ, നിങ്ങൾ കണ്ട സ്വപ്നം അർത്ഥമുള്ളൊരു സ്വപ്നമാണ്. നിങ്ങൾ പാലും തേനും പാച്ചോറും നൽകി വളർത്തുന്ന ആ പൊന്നുമോനുണ്ടല്ലോ, ആ പൊന്നുമോൻ നിങ്ങളെ കൊല്ലും.
എന്റെ മോൻ എന്നെ കൊല്ലുമെന്നോ? അതാണ് അങ്ങ് കണ്ട സ്വപ്നത്തിന്റെ പൊരുളെന്നോ മഹാരാജാവിന്റെ മുന്നിൽ സ്വപ്ന വ്യാഖ്യാതാക്കൾ വിളിച്ചു പറഞ്ഞപ്പോ മനസ്സിൽ 1000 ദുഃഖങ്ങളുമായി മഹാരാജാവ് ദിനങ്ങൾ തള്ളി നീക്കി. ഭക്ഷണമില്ല, വെള്ളമില്ല, ഉറക്കില്ലാതെ ജീവിതം തള്ളി നീക്കിയപ്പോ ഒരു രഹസ്യ സൂക്ഷിപ്പുകാരൻ മഹാരാജാവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, മഹാരാജാവേ, അങ്ങ് ക്ഷീണിച്ചു വരികയാണല്ലോ, അങ്ങേക്ക് എന്ത് സംഭവിച്ചു? കാര്യങ്ങൾ മുഴുവനും സവിസ്തരം തന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനോട് പറഞ്ഞപ്പോ ആ മനുഷ്യൻ രാജാവിനോട് പറഞ്ഞു, മഹാരാജാ, മഹാരാജാവേ, പ്രിയപ്പെട്ട മഹാരാജാവേ, പരിഹാരവുമെന്ന് തെളിയുമല്ലോ. നഗരിലായി കളിയൊരുക്ക്, മുഴുകും സമയമിൽ കേണിയൊരുക്ക്. കണ്ടു മഹാരാജൻ കനവിലന്ന് ഒരു സർവീലാവിലന്ന് നെട്ടിയുണരുന്ന മനവിൽ നിന്ന് തകരുന്ന മനവുമന്ന്. വളരെ ദുഃഖത്തോടെ വിഷമത്തോടു കൂടി മഹാരാജാവ് അവിടെ നിന്നപ്പോ അദ്ദേഹം ഓടി വന്നുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മഹാരാജാവ്, നിങ്ങൾ പേടിക്കണ്ട, ഈ ചെറിയ കുട്ടിയല്ലേ, കാലിലെ ചുവപ്പ് മാറാത്ത ഈ കുട്ടി നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞതിന് നിങ്ങൾ എന്തിനാ ഇത്ര ഭയപ്പെടാനുള്ളത്? എന്തിനാ നിങ്ങൾക്ക് പേടിക്കാനുള്ളത്? മഹാരാജാവേ, നിങ്ങൾ പേടിക്കണ്ട. രാജാവ് ചോദിച്ചു, വലുതായ കൊല്ലൂലേ? വലുതായാലല്ലേ കൊല്ലുള്ളൂ. അതെ, വലുതാവണ്ടേ? എന്താ ഈ കുട്ടി വലുതാകൂലേ? വലുതാകൂല. അപ്പം പറയാ വലുതാകൂല മഹാരാജാവേ. മഹാരാജാവേ, ഈ കുട്ടി അങ്ങ് കൊന്നാ പോരെ? ഈ കുട്ടിയെ കൊലക്ക് കൊടുത്താ പോരെ? അത് ഞാൻ ചെയ്താ പോരെ മഹാരാജാവേ? കാലിലെ ചുവപ്പ് മാറാത്ത മഹാരാജാവ് ഏറ്റവും സ്നേഹിക്കുന്ന ഈ പൊന്നുമോനെ കൊല്ലുമെന്ന് പറഞ്ഞത് അത് മഹാരാജാവിന് കേൾക്കാൻ ഒരല്പ പ്രയാസമുണ്ടെങ്കിലും എന്നെ കൊല്ലുന്ന മോനെ ഞാൻ എന്തിനു വളർത്തണമെന്ന് ചിന്തിച്ച മഹാരാജാവ് അതിനു വേണ്ടുന്ന എല്ലാവിധ സമ്മതവും കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പിറന്നാൾ സുദിനം വരികയാണ്. ആ പിറന്നാൾ സുദിനത്തിലേക്ക് മഹാരാജാവിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ പലതും ചെയ്തിരിക്കുന്നു. നദിയിൽ തോണിയിറക്കുവാനും ഒരു മത്സരം സംഘടിപ്പിക്കുവാനും നദിക്കരയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ നൽകണമെന്ന കൽപ്പനയൊക്കെ ഈ സുഹൃത്ത് മഹാരാജാവിന് നൽകുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിക്കുന്നു. ഭക്ഷണങ്ങൾ ഒരു ഭാഗത്ത് ഒരുക്കുന്നു, ഒരു ഭാഗത്ത് തോണി ഇറക്കി മത്സരം സംഘടിപ്പിക്കുന്നു, നദിയിൽ പല കളികളും നടത്തുന്നു. അതിനിടയിൽ ഈ കുട്ടിയെയും എടുത്ത് മഹാരാജാവും ഭാര്യയും ഒരു തോണിയിലേക്ക് കയറുന്നു. അങ്ങനെ മത്സരം നടക്കുന്നു. അങ്ങനെ അറിയാത്ത രീതിയിൽ തോണിക്കാരൻ ഈ എന്റെ പ്രിയപ്പെട്ടവരെ തോണി മറിക്കുന്നു. കുട്ടിയും രാജാവും പ്രിയപ്പെട്ട ഭാര്യയും ആ നദിയിലേക്ക് വീഴുന്നു. മഹാരാജാവിനെയും ഭാര്യയെയും തോണിക്കാരൻ രക്ഷപ്പെടുത്തുന്നു. ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയില്ല. മേൽപോട്ടേക്ക് പൊന്തി വന്ന ഈ പൊന്നുമോനെ മഹാരാജാവിന്റെ പണിക്കാരനായ തോണിക്കാരൻ തന്റെ പങ്കായം കൊണ്ട് അതിന്റെ നൈൽ നദിയിലെ ആഴിയിലേക്ക് ആ പങ്കായം കൊണ്ട് തട്ടി അമർത്തിയപ്പോ ആ നൈൽ നദിയുടെ ആഴിയിലേക്ക് ആ പൊന്നുമോൻ ഒഴുകി പോകാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട രാജാവും രാജ്ഞിയും രക്ഷപ്പെട്ടിരിക്കുന്നു. കരയ്ക്കേക്ക് വന്ന രാജ്ഞി ചോദിച്ചു, മഹാരാജാവേ, എന്റെ പൊന്നുമോൻ എവിടെ? തോണി മറഞ്ഞപ്പോ പൊന്നുമോൻ നദിയിലേക്ക് മുങ്ങിപ്പോയി. പൊന്നുമോൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. എടാ, എന്റെ മോൻ എന്ത് സംഭവിച്ചു? മഹാരാജാവ് അഭിനയിക്കുകയായിരുന്നു. അവര് പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ പൊന്നുമോനെ തിരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനിയും തോണിക്കാർ തിരഞ്ഞുകൊണ്ടിരിക്കുക. പൊന്നുമോനെ കിട്ടിയില്ലെന്ന് ഉമ്മയോട് വിളിച്ചു പറഞ്ഞപ്പോ എന്റെ പൊന്നുമോനെ നെഞ്ചത്തടിച്ച് പൊട്ടിക്കറിയാൻ തുടങ്ങി. പെരുത്തുണ്ടല്ലോ മോനെ കനവിൽ സ്നേഹം നിറച്ചുണ്ടല്ലോ. മോനെ കുളിരാം തേനെ എന്നെ തനിച്ചാക്കി നീ അകന്നതന്തേ കരളിലാശ പെരുത്തുണ്ടല്ലോ മോനെ കനവിൽ സ്നേഹം നിറച്ചുണ്ടല്ലോ. ആ ഉമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിന്റെ ചലനം അനുഭവപ്പെടുന്നത് മുതൽ ഒരു കുഞ്ഞിന്റെ മുഖം കാണാൻ കൊതിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ 10 മാസത്തോളം വയറ്റിൽ
വളരെയേറെ കഷ്ടപ്പെട്ട് കൊണ്ടു നടന്ന് പ്രസവിച്ച് പൊന്നുമോന്റെ മുഖം കാണുമ്പോൾ ആ ഉമ്മയുടെ മുഖത്തുള്ള ഒരു നിർവൃതിയുണ്ടല്ലോ, ഒരു സന്തോഷമുണ്ടല്ലോ, ചുംബിക്കുമ്പോഴുള്ള ഒരു വല്ലാത്ത വേദനകൾ, ഒരു മൗത്ത് വേദന അനുഭവപ്പെട്ടുകൊണ്ടാണ് ഓരോരോ ഉമ്മമാരും പ്രസവിക്കുന്നത്. ആ ഉമ്മമാര് വിളിക്കുമ്പോഴും ആ വയസ്സായ ഉമ്മമാരെയും പുറംകാല കൊണ്ട് തട്ടിമാറ്റുന്ന എന്റെ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരെ, ലോകം നിങ്ങൾക്ക് മാപ്പില്ല. പടച്ച തമ്പുരാൻ നമുക്ക് മാപ്പ് തരില്ല. വയസ്സായ ഉമ്മമാരെ നോക്കുന്നവന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒന്നും വേണ്ട. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ പൊന്നായ പൊന്നുമോഹന്, എന്റെ മുത്തുമോന് ആ വെള്ളത്തിൽ വീണ് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്ത കേട്ടപ്പോ ആ ഉമ്മ നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. പൊന്നുമോനെ കണ്ടിട്ട് എന്റെ മനസ്സിന് കാലം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഇഴകി ചേർന്ന് വളർന്ന കാലം കരണമോനെ കുളിരാം തേനെ തനിച്ചാക്കി നീ അകന്നതന്തേ കരളിലാശ പെരുത്തുണ്ടല്ലോ മോനെ കനവിൽ സ്നേഹം നിറച്ചുണ്ടല്ലോ. ഉമ്മ എന്നും ഉമ്മയാണ്. ഉമ്മ അങ്ങനെ കരയാണ്. ആ ഉമ്മയുടെ കരച്ചല് മാറണില്ല. ചരിത്രത്തിൽ കാണുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണിൽ നിന്ന് നിർഗളിക്കുന്ന ചുടുബാഷ്പങ്ങളെ കൊണ്ട് വികൃതമായ മുഖവുമായി ആ ഉമ്മ നെഞ്ഞത്തടിച്ച് പൊട്ടിക്കരിഞ്ഞ് ആ പുഴയുടെ സമീപത്ത് ആ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ ഉമ്മയ്ക്കൊരു പുതിയ ഖബറൊരുങ്ങി എന്നാണ്. ആ കരച്ചിലൊരു ഡ്യൂപ്ലിക്കേറ്റ് കരച്ചിലല്ല, ഉമ്മയുടെ നിലവിളി. നമ്മളെ പ്രിയപ്പെട്ട ഉമ്മന്റെ വേദന, ആ പ്രിയപ്പെട്ട ഉമ്മയുടെ സ്നേഹം, അതെത്ര പറഞ്ഞാലും എത്ര വയന്ന് പറഞ്ഞാലും നമ്മുടെ ഉമ്മയെ കുറിച്ച് വിവരിക്കാൻ, ആ ഉമ്മയുടെ സ്നേഹത്തെ കുറിച്ച് പറയാൻ, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉപ്പയുടെ വിയർപ്പിന്റെ ഗന്ധത്തെ കുറിച്ച് പറയാൻ ഏതൊരു കവിക്കും ഏതൊരു പ്രാസംഗികനും വാക്കുകളില്ല. അള്ളാഹു ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകട്ടെ. മരിച്ചുപോയ ഉമ്മമാര് നമുക്ക് വേണ്ടപ്പെട്ടവർ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ ഉമ്മ കരയാണ്. ഒരുപാട് പറയാണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. ഉമ്മ അവിടെ കരഞ്ഞു. ഉമ്മയ്ക്ക് പുതിയൊരു ഖബർ ഒരുങ്ങിയിരിക്കുന്നു ഷാം എന്ന പ്രദേശത്ത്. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മഹാരാജാവിന് സന്തോഷമായി. മഹാരാജാവും ആളുകളും ഒക്കെ കൊട്ടാരത്തിലേക്ക് പോയി. ഇനി നമുക്ക് പോകേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കുട്ടിയുടെ പിന്നാലെയാ. നിങ്ങൾ ചോദിക്കും, വെള്ളത്തിന്റെ അടിയിലേക്ക് പോയ കുട്ടിനെ എന്തിനാ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്? അതാണ് അള്ളാഹ്, അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അരൂപിയായ സർവേശ്വരനായ തമ്പുരാൻ. നമ്മുടെ കൽബ് കാണുന്നുണ്ട്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയും പരസ്പരം മുട്ടാതെ കറക്കുന്ന ഒരു പടച്ചോനുണ്ട്. രാവിനെയും പകലിനെയും നിയന്ത്രിക്കുന്ന ഒരള്ളുണ്ട് എന്ന ചിന്ത. ചില ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ മനസ്സിന്റെ മനതലങ്ങളെ ഇളക്കി മറിക്കാൻ പരിശുദ്ധ ഖുർആനിലെ ചില ചരിത്രങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അത് മതി, അവരവരുടെ ജീവിതത്തിലെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കുട്ടിയുടെ പിന്നാലെ പോകണം. ആ നൈൽ നദിയുടെ ആഴിയിൽ വെച്ച് ആ കുട്ടി ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ്. ആ കുട്ടി മരിച്ചിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ. വലിയ ഭൂകമ്പം നടന്നിട്ട് ഓരോരോ സാധനങ്ങളും എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുമ്പോ ദിവസങ്ങളോളം ചെറിയ കുഞ്ഞ്, ദിവസം കഴിഞ്ഞിട്ടും ചെറിയ കുഞ്ഞിന്റെ ജീവനുമായി എടുത്തോടുന്ന ചിത്രങ്ങൾ പത്രങ്ങളിലും മറ്റു സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? അള്ളാഹു അവന്റെ ആയുസ് അവിടെ വെച്ചിട്ടുണ്ട്. അതാണ് അവിടെ നടന്നത്. അങ്ങനെ ഈ കുട്ടിയെ മരിച്ചിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ആഴിയിലൂടെ ഉള്ളിലൂടെ അങ്ങനെ പോവുകയാണ്. കുറേ ഒഴുകി മലകളും അതുപോലെ പല രീതിയിലുള്ള സംഗതികളും താണ്ടിയ കുട്ടി അങ്ങനെ പോയി. ഒരു കൊടുംവനത്തിന്റെ ക്രൂരജീവികൾ അധിവസിക്കുന്ന ഒരു കൊടുംവനത്തിന്റെ സമീപത്ത് കൂടി ആ പുഴങ്ങനങ്ങനെ കളകളാരവം മുഴക്കി പച്ചക്കുന്നുകളുടെയും തെരുവീതികളുടെയും ഇടയിലൂടെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആ കുട്ടി മേൽപോട്ടേക്ക് പൊങ്ങി, കഴുത്ത് മേൽപോട്ടേക്ക് പൊങ്ങി. ആ കുട്ടി നിലവിളിക്കാൻ തുടങ്ങി. ആ കുട്ടി ആ നദിയുടെ ഓരത്തുകൂടി
അങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോഴാണ് കൊടുംവനത്തിൽ നിന്ന് ഒരു പുലി, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ശബ്ദം മുഴക്കി. ഒരു മനുഷ്യ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അതിശീഘ്രം സമീപത്തേക്ക് ആ കുട്ടിയെ കടിച്ചു തിന്നാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടുകൂടി കൊടുംവനത്തിലൂടെ ആ പുലി അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങി. കരയുന്ന കുട്ടിയെ കടിച്ചു തിന്നാനുള്ള അതിയായ ആഗ്രഹത്തോടെ ആ പുലി മുന്നോട്ട് വളർന്നിടുന്നേ ഓടിനമീറും ചാറ് അടഞ്ഞിടുന്നേ ഓമന പൈതലിനെ ആദാ കാണുന്നേ ഒരുവനാവിന്റെ വിധി പുലന്നേ ഒരുമയാലവരന്ന് വളർന്നിടുന്നേ സുന്ദരനായൊരു പൈതലതല്ലും സുരവിലമായൊരു വദനമതല്ലും സുബ്ഹാനവരുടെ വിധിയതുമല്ലോ സുന്ദരനായൊരു പൈതലതല്ലും സുരവിലമായൊരു വദനമതല്ലോ സുബ്ഹാനവരുടെ വിധിയതുമല്ലോ കാട്ടുകനികളും പൂജിച്ച് വളർന്നേ കൂട്ടുകാരായിട്ടവർ കളിയാടുന്നേ ഓടിനമീറും ചാരെ അടഞ്ഞിടുന്നേ ഓമന പൈതലിനെ ആദാ കാണുന്നേ ഒരുവനാമിലാഹിന്റെ വിധി പുലർന്നേ ഒരുമയാലവരന്ന് വളർന്നിടുന്നേ. കൊടുംവനത്തിലുള്ള പുലി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അതങ്ങനെ ഓടി ഓടി വരികയാണ്. പുലി ഇങ്ങനെ ഓടി വന്നുകൊണ്ട് വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. പെട്ടെന്ന് അടുത്തതായി ആ കാലിലെ ചുവപ്പ് മാറാതെ ചെറിയ പിഞ്ചോമന പൊന്നുമോൻ നിലവിളിക്കുന്ന കഴുത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടിക്കാൻ വേണ്ടി നോക്കുമ്പോ ഒരശരീരി, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അശരീരി എവിടെ വരികയാണ്. ഓ പുലിയെ, അത് നിന്റെ ഇരയല്ല, അത് നിന്റെ ഇരയല്ല. ആ കുട്ടിയെ നീ കൊടും കട്ടിലേക്ക് കൊണ്ടുപോകണം, ആ കുട്ടിയെ വളർത്തണം. കുട്ടിയെ വളർത്തണം. പുലിന്റെ കുട്ടീനെയല്ലേ വളർത്തുക. എല്ലാ പെണ്ണുങ്ങന്മാരെ ഇങ്ങക്കൊരു പുലിനെ കൊണ്ടാന്ന് ഇങ്ങക്ക് വളർത്താൻ പറ്റുമോ? ഓടുവല്ലേ ചെയ്യ. പുലി എന്ന് പറയുന്നെ വേണ്ട. ചില സ്ഥലത്ത് പുലി ഇറങ്ങിന് പണ്ട് കണ്ണൂർ വാട്സപ്പിൽ വന്നിന് 12 മണിക്ക് മട്ടന്നൂർ, 1 മണിക്ക് കാസർഗോഡ് പുലി വന്ന് നിൽക്കുന്നത്. പുലിക്ക് സ്വീകരണം കൊടുക്കുന്നതാണ് വാട്സപ്പിൽ വന്ന് അല്ലേ. എല്ലാവരും ഇങ്ങനെ നോക്കും, വരുന്നുണ്ടോ നോക്കിയിട്ട്. പുലിയോടാ പറയണത്. ഞെട്ടിപ്പോയി പുലി. പണ്ടൊരു ടീച്ചർ ഞെട്ടിപ്പോയിനു. പണ്ടൊരു പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറാണെങ്കിൽ മരണ സ്ട്രോങ്. ഇപ്പം പരീക്ഷയെല്ലാം കഴിഞ്ഞില്ലേ മക്കളെ? +2 SLC എല്ലാം കഴിഞ്ഞില്ലേ? കോപ്പി അടിച്ചിട്ടുണ്ടാവൂലേ? എല്ലാം നല്ല കുട്ടികളായോണ്ട് അടിച്ചിട്ടുണ്ടാവില്ല. ഒരു ടീച്ചർ ഭയങ്കര സ്ട്രോങ്. എടാ നേരെ ഇരിക്കടാ, എടാ നോക്കുന്നു, അവരെ പേപ്പറിൽ നോക്കി എഴുതൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ ഇടയ്ക്കൊരുത്തനെ എഴുന്നേറ്റ് നിന്ന് ഏകദേശം കുറച്ചൊരു ഇക്മത്തുള്ള റമീസ് എഴുന്നേറ്റ് ടീച്ചറോട് എന്തോ പറഞ്ഞു. പിന്നെ ടീച്ചർ ഒരൊറ്റ ഇരുത്ത മേശമ്മ. ടീച്ചർ എഴുന്നേൽക്കുന്നില്ല. പിന്നെ കുട്ടികൾ ദാനിശിനെ പോലത്തെ, ഇവനിപ്പം പഠിക്കുന്നുണ്ട് SLC ഫസ്റ്റ് ക്ലാസ്സോടെ തോറ്റോണ്ട ഇപ്പം എൻ്റെ ഒക്കെ വരുന്നത്. ഇവൻ്റെ പറയണ്ട, അവൻ 9 ഫസ്റ്റ് ക്ലാസ്സോടെ ജയിച്ചിന്. അപ്പോൾ ടീച്ചർ ഒറ്റ ഇരുത്തോ. പരീക്ഷ കഴിയുന്നവരെ ടീച്ചർ ഇങ്ങനെ ഇരുന്നിടന്നെണീക്കുന്നില്ല. പേപ്പറിലെ മേശമ്മ തന്നെ വാങ്ങാൻ തുടങ്ങി. അവസാനം പോകുമ്പം ചോദിച്ചു, സമീറെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂട്ടനെ പോലെ നടന്ന ടീച്ചർ എന്താടാ നീ എന്തോ പറഞ്ഞ പാടെ തന്നെ ഇരുന്നേ, നീ എന്നാടാ ടീച്ചറോട് പറഞ്ഞേ? ഓൻ പറഞ്ഞ്, ഞാൻ ടീച്ചറോട് പറഞ്ഞ് ടീച്ചറെ ചൂരിദാറിന്റെ ബാക്ക് ഫുള്ള് കീറിയിട്ടാ ഉള്ളേന്ന്. അപ്പൊ ടീച്ചർ വിചാരിച്ച് ബാക്ക് കീറിയിട്ടാള, പിന്നെ ഒരൊറ്റ ഇരുത്തിരുന്ന്. അങ്ങനത്തെ ബുദ്ധി വേണം, എന്നാ കോപ്പി അടിക്കാം കേട്ടാ. അതാണ് നമ്മളെ സമീർ. അപ്പൊ ഈ കുളി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇത് എന്താ എന്നോട് ഇങ്ങനെ കൽപ്പിക്കണത്? എന്താ അവിടെ സംഭവം? അള്ളാഹുവിന്റെ അശരീരി കാട്ടുകനികളും കാട്ടിലെ വെള്ളമൊക്കെ കൊടുത്തിട്ട് നീ ആ കുട്ടിയെ അങ്ങോട്ട് വളർത്തണം എന്ന് പുലിയോട് അള്ളാന്റെ കൽപ്പന ഉണ്ടായപ്പോ കടിച്ചു തിന്നാൻ, കടിച്ചു കീറാൻ വേണ്ടി അതിശീഘ്രം ഓടി വന്ന പുലി, ആ പുലി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മെല്ലെ വേദനിപ്പിക്കാതെ ആ കുട്ടിയെയും കടിച്ച്
പൂച്ച തന്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ കുടുംബനത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ പുലിക്കുട്ടികളൊക്കെ കണ്ട് പുലിക്കുട്ടികളൊക്കെ വന്നിട്ട് തിന്നാൻ ഇങ്ങനെ അങ്ങനെ ആക്കുമ്പോ പുലി പറഞ്ഞു നോ കൊഹേ കൊഹേ, ഇത് തിന്നാനുള്ളതല്ല, ഇത് വേറെ ഹേ. അവര് പറഞ്ഞു എന്നാ അങ്ങനെ ആക്കട്ടെ ഹേ. അങ്ങനെ അവർക്കും പരിചയപ്പെടുത്തി. പടച്ചോന്റെ കൽപ്പനയാ നമുക്ക് വളർത്തണം, നമ്മുടെ കൂടെ വളർത്തണം. സഹോദരങ്ങളെ, പുലി വളർത്തിയ മനുഷ്യക്കുട്ടി എന്ന ചരിത്രം മുന്നോട്ട് പോകുമ്പോ അങ്ങനെ പുലിയോടൊപ്പം പുലിക്കുട്ടിയോടൊപ്പം ഈ കുട്ടി വളരുകയാണ്. അള്ളാഹു ഇതിന്റെ പിന്നിൽ ഒരുപാട് കഥകൾ, ഒരുപാട് സംഭവങ്ങൾ കണക്കാക്കിയിട്ടുണ്ട്. ഈ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾക്കും വഴിമാറി കൊടുത്തു. ഈ കുട്ടി പുലിയോടൊപ്പം നല്ല രീതിയിൽ ഒതുങ്ങി നല്ല രീതിയിൽ അങ്ങനെ വളരുകയാണ്. അങ്ങനെ ഇരിക്കെ കൻആൻ പ്രദേശത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് പോയി. കൊടുമ്പനത്തിൽ കയറിയിട്ട് ഒരു ഉയർന്ന ഭാഗത്ത് കയറിയിട്ട് പാറപ്പുറത്ത് ചെന്നിട്ട് വല്ല മാനോ മുയലോ ഉണ്ടോ എന്ന് ഇങ്ങനെ അവരിങ്ങനെ നോക്കുകയാണ്. ഞാൻ നോക്കുമ്പോ കണ്ടു ഒരു വല്ലാത്ത കാഴ്ച. എന്നാടാ നീ കണ്ടില്ലേ, പുലിയോടൊപ്പം ഒരു കുട്ടി. പുലി നാട്ടിൽ നിന്ന് കടിച്ചു കൊണ്ടുവന്നായിരിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ കുട്ടിയെ രക്ഷപ്പെടുത്തണടാന്ന് പറഞ്ഞ് പാത്തും പതുങ്ങിയും പൊന്തക്കാടിന്റെ സമീപത്ത് കൂടി മെല്ലെ മുന്നോട്ട് പോയി. പുലിയുടെ ഈ കുട്ടിയിൽ നിന്നും അല്പം സമയം ഗുഹയിലേക്ക് അങ്ങോട്ട് മാറിയപ്പോ ഇവരെന്ത് ചെയ്തു എന്നറിയോ? ഉടനെ തന്നെ ഈ കുട്ടിയെ എടുത്ത് ഓടി അവരുടെ കുതിരപ്പുറത്ത് കയറ്റി അതിശീഘ്രം അടിച്ച് വിട്ട് കൊട്ടാരത്തിലേക്ക് അടിച്ച് പോകാൻ തുടങ്ങി. അവരെ വീട്ടിലേക്ക്. കുട്ടിയല്ലേ, ഫ്രീ ആയി കിട്ടിയല്ലേ. പണ്ട് കാലത്താങ്കിൽ നിങ്ങൾ വിചാരിക്കും സംഭവം ശരിയാണ്, കുട്ടീനൊന്നും കിട്ടില്ല. ഇപ്പം കഥാപ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാവും ഓരോ കുട്ടി റോഡ് സൈഡിലെല്ലാം ഉണ്ടാവും. അത് വേറെ കാര്യം. ഇവൻ പോറ്റുകയും ചെയ്യും കുട്ടീനെ കിട്ടിയാൽ. കുട്ടിയില്ലേ ഒന്നായിനെ അള്ളാഹു ബർക്കത്തിരിക്കും. മക്കളില്ലാത്ത ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ടാവും, മഹാന്മാരാ. അതുകൊണ്ട് അള്ളാഹു അവർക്ക് മക്കളെ അള്ളാഹു നൽകുമാറാവട്ടെ. സഹോദരിമാരുണ്ടാവും, അള്ളാഹു മക്കളെ അള്ളാഹു അവർക്ക് നൽകുമാറാവട്ടെ. നമ്മളെ മക്കളൊക്കെ അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. അങ്ങനെ അവരിത് കണ്ടു. ഓടിപ്പോകുമ്പോ ഓൻ ചോദിച്ചു എവിടുക്കാടാ പോണേ? ഓൻ പറഞ്ഞു എൻ്റെ പൊരക്കേക്ക്. നിന്റെ പൊരക്കേക്ക് ഈ കുട്ടിനെ എടുത്ത് പോയാൽ നിന്റെ ഭാര്യ എന്ത് പറയൂടാ? അന്നേരായി എനിക്ക് എൻ്റെ ഓളെ ഓർമ്മ വന്ന്. യാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലേ തന്നെ എൻ്റെ ഭാര്യ ഒരു സംശയ രോഗിയാണ്, പിന്നെ എന്താ ഞാൻ ചെയ്യാ? അല്ലേ അല്ല നമ്മളെ ഭാര്യ അല്ലേ വാട്സപ്പെല്ലാം ഓണാക്കിയിട്ട് കൊടുക്കലില്ലേ? ഓക്ക് മൊത്തം നോക്കലില്ലേ? ഞാൻ പറഞ്ഞു ഇത് മൊത്തം നോയിക്കോ, ഫുള്ള് നോയിക്കോ, നോക്കുന്ന ഒരു സമാധാനമാവും. നമ്മളെ വാട്സപ്പ് ഓള് അങ്ങനെയല്ലാന്ന് അല്ലേ? കാലക്കേട്ടിന് ഏതെങ്കിലും ഒരു ടീച്ചറായിട്ട് എന്തെങ്കിലും അയച്ചിനെങ്കിൽ അത് ഡിലീറ്റ് ആക്കാണ്ട് അങ്ങ് പോയിനെങ്കിൽ അന്ന് കത്തി കുത്ത് ഹേ യാ പഹ ഹേ. അപ്പൊ ഇവർക്ക് തോന്നി യാ മോനെ ഈ കുട്ടിനെ എടുത്ത് ഓളെടുത്ത് പോയാൽ രക്ഷയില്ല. കാരണം ഭാര്യ എന്ന് പറഞ്ഞ സാധനം ഒരു വല്ലാത്തൊരു സാധനം. ഈ ഇവിടുത്തെ അല്ലട്ടാ, ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം നല്ല ഭാര്യമാരാണ്, ഇവർക്കറിയാം അല്ലേ? നിങ്ങളെ പറ്റിയിട്ടൊന്നുമല്ല, കാരണം കുറേ അടുത്താ ഉള്ളത്. ഒരു കല്ലാറ്റെടുത്ത് എറിഞ്ഞാൽ പിന്നെ നമ്മളെ പരിപാടി ഉണ്ടാവില്ല. നിങ്ങളുടെ നല്ല ഭാര്യമാർ പോന്നവരെ വന്ന വഴി തന്നെ അറിയില്ല. ഇവിടെ എത്തിയതിൻ്റെ ക്ഷീണം മാറണമെങ്കിൽ 3 ദിവസം റെസ്റ്റ് എടുത്താലേ മാറും. അങ്ങനെ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓരോ കുന്നലിറങ്ങി വന്നു. ഇവൻ പറഞ്ഞ് ബ്രേക്ക് കിട്ടുന്നില്ല മോനെ. ഞാൻ പറഞ്ഞു ചവിട്ടിയോക്കും മോനെ, നാളെ ഉണ്ടല്ലോ പരിപാടി. ഓൻ പറഞ്ഞ് കിട്ടുന്നുണ്ട്. ഔലിയാക്കന്മാരെ കരുതിയിട്ട് ചവിട്ട് മോനേന്ന് പറഞ്ഞു. എന്നേരാന്ന് ബ്രേക്ക് വരെ കിട്ടുന്നത്. വിമാനം ലാൻഡ് ചെയ്യുന്ന പോലെ ഓരോ കുന്നലിറങ്ങിയിട്ട് മേലെ നിന്ന് നോക്കുമ്പോൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങും പോലെ ഉണ്ട് അല്ലേ? അപ്പോ അങ്ങനെ പണ്ടൊരു ചെങ്ങായി ഉണ്ടായിരുന്നു, സുലൈമാൻ എന്നവൻ്റെ പേര്. ഓനിങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുമ്പം പള്ളിയിലെ അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കാൻ ഞാൻ നിർത്തുകയാണ്. എന്താ പള്ളിയിലെ അച്ഛൻ്റെ പ്രസംഗം? ഞാൻ ഇന്നലെ ഒരു പെണ്ണിനെ ചുംബിച്ചു. എന്തൊരച്ഛനായത്? പെണ്ണിനെ ചുംബിച്ചു, അത് എൻ്റെ ഭാര്യയായിരുന്നില്ല. ഭാര്യയല്ലേ? കുറച്ച് സുലൈമാൻ വീണ്ടും ആ പ്രസംഗം ശ്രദ്ധിച്ചപ്പോൾ ലാസ്റ്റ് പറയുന്നു അത് എൻ്റെ അമ്മയായിരുന്നു. അമ്മയായിരുന്നു. അവന് ചുംബിക്കേണ്ട സംഭവം തന്നെയല്ലേ? ഉമ്മാന്റെ മുഖത്ത് നോക്കൽ സുന്നത്താണ്, പുഞ്ചിരിക്കൽ സുന്നത്താണ്, പരിശുദ്ധ ഖുർആൻ നോക്കൽ സുന്നത്താണ് ഇല്ലേ? പരിശുദ്ധമായ കഅബ നോക്കൽ സുന്നത്താണ് ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഓ അത് ശരിയല്ലേ? പക്ഷെ ഈ പ്രസംഗം കേട്ടപ്പോൾ സുലൈമാൻ ഒരു തോന്നല്, അതൊരു നല്ല രസമുള്ള പ്രസംഗം. അങ്ങനെ അവൻ വീട്ടിലെത്തി. നഫീസ ഉണ്ട് അടുക്കളയിൽ. ഇതെൻ്റെ ഓളോട് പറഞ്ഞാൽ നല്ല രസമുണ്ടാവും എന്ന് പറഞ്ഞു. ഇവര് ഓള് കുട്ടിക്ക് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ അടുത്ത് നിന്നതാ.
പെണ്ണുങ്ങൾ എത്തി നോക്കുന്നുണ്ട് എന്താ നടക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാലോ, പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോ നബീസാനോട് പറഞ്ഞു, നബീസാ എന്നാ നിങ്ങൾ സൈക്കിൾ വന്ന് വീണ ചിരി പോലെ ഒരു ഭയങ്കര ബിറ്റുണ്ട്, ആ ഇവ തുടങ്ങി. ഞാൻ ഇന്നലെ ഒരു പെണ്ണിനെ ചുംബിച്ചു, പിന്നെ സുലൈമാനൊന്നും ഓർമ്മയില്ല, ബാക്കി പറയാൻ സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇവൻ ഐസിയുലാന്ന്. ഐസിയു എല്ലാം കഴിഞ്ഞ് ബോധം വന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, സുലൈമാനെ എന്ത് പറ്റി? ഇവൻ പറഞ്ഞ് പെണ്ണ് കെട്ടാത്ത അച്ഛൻ എന്തും പ്രസംഗിക്കാം, പെണ്ണ് കെട്ടിയ ഞാൻ പറഞ്ഞു നോക്കുമ്പല്ലേ കുഴപ്പം. എന്താടാ കുഴപ്പം? ഞാനൊരു കഥ അങ്ങോട്ട് മുത്തൻ ഡോക്ടറോട് പറഞ്ഞു കൊടുത്ത്, ആ കഥ കേട്ട് അച്ഛൻ്റെ പ്രസംഗം കേട്ട് ഞാനിത് പറഞ്ഞിട്ട് പെണ്ണിനെ ചുംബിച്ചു എന്നേ പറഞ്ഞിട്ടു. അതെൻ്റെ ഉമ്മയാന്ന് പറയാനോ സമയം കിട്ടിയില്ല, ചൂടുവെള്ളം എടുത്ത് മുഖത്തേക്ക് ഒഴിച്ച് അറിഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധിക്കണം, പെണ്ണുങ്ങളോട് കഥ പറയുമ്പോൾ ഇങ്ങനെ വളച്ച് പറയണ്ട, നമ്മൾ പറയും പോലെ നേരെ അങ്ങ് പറഞ്ഞേക്കാം അല്ലേ. അപ്പൊ ഈ കുട്ടിയെടുത്ത് ഓടുകയാണ്, ഭാര്യന്റെ അടുത്ത് പോയ കുഴപ്പാണ്. ഉടനെ ഇവര് പറഞ്ഞ് രാജാവിന്റെ അടുത്തേക്ക് ഓടാടാ, രാജാവിനോട് കാര്യം പറയാ. നിങ്ങൾ ചിന്തിക്കൂ, രാജാവിനെ കൊല്ലുമെന്ന് പറഞ്ഞ ആ പൊന്നുമോന് പുലിയെ കൊണ്ട് വളർത്തിപ്പിച്ചു പഠിച്ചോന്, സർവേശ്വരനായി ലോകം സൃഷ്ടിച്ച പഠിച്ചോന് ഈ കഥ പോകുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ഇവര് നേരെ പോവുകയാണ് മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. രാജാവേ 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 എന്നാടാ കുട്ടി കുട്ടി ഇത് കേട്ടപ്പോ തന്നെ രാജാവ് പൊട്ടി. കുട്ടി നോക്കുമ്പോ തന്നെ രാജാവ് പറഞ്ഞു, ഏത്? രാജാവ് മൊത്തം നോക്കി, ഇത് പണ്ടത്തെ എന്റെ കുട്ടി അല്ല അല്ല അല്ല, ആ കുട്ടി എന്നല്ല, ഇത് ഏതോ കുട്ടി. എവിടുന്ന് കിട്ടി? രാജാവ് പറഞ്ഞു രാജാവിനോട് പറഞ്ഞു കാട്ടിന്ന് കിട്ടി. എന്താ പേര്? ഉപ്പാന്റെ പേര് ഉമ്മാന്റെ പേര് നഹീഹേ, പാസ്പോർട്ട് ഇല്ലാഹേ, ഒന്നും അറിയില്ല. രാജാവ് പറഞ്ഞു കൊണ്ടാ. രാജാവ് ശരിക്കും നോക്കി, നല്ല മോന്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ജനം നിറയുകയായി, പിന്നെ പറയേണ്ട ആവശ്യമില്ല. ജനം പരിച്ചിടലായി, അജബുകൾ നിറച്ചെന്ന് നമ്രുദും വളരുകയായി, കൊട്ടാരത്തിൽ ജനം നിറയുകയായി, കാട്ടിലെ കഥ കേട്ട് ജനം പരിച്ചിടലായി, നാടിലായി അജബുകൾ നിറച്ചെന്ന് നമ്രുദും വളരുകയാളും കലയവൻ നടത്തി, കുലകമ്പന്മാരെയും ഇറപ്പിച്ച് തളർത്തി, രാജാവിൻ അഭിമാനം തകർത്തവൻ രാജ്യമിൽ വിലസുകയാളും കലയവൻ നടത്തി, കുലകമ്പന്മാരെയും ഇറപ്പിച്ച് തളർത്തി, രാജാവിൻ അഭിമാനം തകർത്തവൻ രാജ്യമിൽ വിലസുകയാളും ജനം നിറയുകയായി, കാട്ടിലെ കഥ കേട്ട് ജനം തരിച്ചിടലായി, അജബുകൾ നിറച്ചെന്ന് നമ്രുദും വളരുകയാ. ആ പൊന്നുമോൻ വളരുകയാ. പുലി വളർത്തിയ മനുഷ്യക്കുട്ടി മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞതിനെ കാണാൻ നാട്ടിലെ അപാലപ്രദം ജനങ്ങളും കടന്നു വന്ന കുട്ടിയെ കാണുന്നു, കുട്ടിയെ ആശീർവദിക്കുന്നു, തിരിച്ചു പോകുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ആ കുട്ടി മഹാരാജാവിന്റെ വളർത്തുപുത്രനായി മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വളരുകയാ. ചരിത്രം കേട്ട നിങ്ങൾക്കറിയാം, ആ കുട്ടി യഥാർത്ഥത്തിൽ മഹാരാജാവിന്റെ പൊന്നുമോനാ. തന്റെ പൊന്നുമകൻ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് തന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ പറഞ്ഞതനുസരിച്ച് ആ നദിയിലേക്ക് ഒഴുക്കിയ ആ കുട്ടിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ തന്നെ എത്തിച്ചിരിക്കുകയാണ്. രാജാവിന് അറിയില്ല, നാട്ടുകാർക്ക് അറിയില്ല ഇത് മഹാരാജാവിന്റെ പൊന്നുമോനാണെന്ന്. അങ്ങനെ അവർ ആ കുട്ടിക്ക്, മഹാരാജാവ് ആ കുട്ടിക്ക് ഒരു പേരിട്ടു, നമ്രൂദ് എന്ന കുട്ടി മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വളരുകയാണ്. യുവത്വത്തിലേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ അവൻ രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി. ഒരുപാട് കൂട്ടുകാർ അവനിക്ക് ഉണ്ടാവാൻ തുടങ്ങി. നല്ല കൂട്ടുകാരുമുണ്ട്, അതുപോലെ ചില മോശപ്പെട്ട കൂട്ടുകാരുമുണ്ട്. അവൻ മോശപ്പെട്ട കൂട്ടുകാരോടൊപ്പം കൂടി അവന് മോശമാകാൻ തുടങ്ങി. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയാവാൻ തുടങ്ങി. നാട്ടിലാകെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. നാട്ടുകാരും പുറത്ത് പറഞ്ഞില്ല. കാരണം എന്താ? മഹാരാജാവിന്റെ വളർത്തുപുത്രനാ. മഹാരാജാവിന്റെ വളർത്തുപുത്രനെ പറ്റി കുറ്റം പറഞ്ഞാൽ മഹാരാജാവ്
പടവാള് വലിച്ചൂരി ഞങ്ങളെ തന്നെ വെട്ടും. അതുകൊണ്ട് മഹാരാജാവിന്റെ വളർത്തുപുത്രന്റെ ചെയ്തികളെ കുറിച്ച്, ദുഷ്പ്രവർത്തനങ്ങളെ കുറിച്ച് നാട്ടുകാരും മഹാരാജാവിനോട് പറഞ്ഞില്ല. മാത്രമല്ല രാത്രി മുഴുവനും കൊള്ളയും കൊലയുമായി മഹാരാജാവിന്റെ വളർത്തുപുത്രൻ നമ്രൂദും അവന്റെ കൂട്ടാളികളും മുന്നോട്ട് പോയി. രാജ്യമരാജകത്തിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങിയപ്പോ ഒരു കൂട്ടം ആളുകൾ മഹാരാജാവിന്റെ സമീപത്ത് പറഞ്ഞു, മഹാരാജാവേ, നിങ്ങൾ അറിയോ നിങ്ങളെ വളർത്തുപുത്രനെ കുറിച്ച്? അറിയോ നിങ്ങള്? രാജാവിന്റെ മുന്നിൽ നമ്രൂദിന്റെ ചെയ്തികളെ കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോ കാണാൻ പുറപ്പെടുന്നേ, രാജനറിഞ്ഞിടുന്നേ, കിസയെല്ലാം കേട്ടു തരിച്ചിടുന്നേ, നാട്ടിൽ കഴിഞ്ഞിടുന്ന നമ്രൂദിനെ കാണാൻ പുറപ്പെടുന്നേ. പ്രിയപ്പെട്ടവരെ, മഹാരാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. രാജാവ് പറഞ്ഞു, എവിടെയാണ് അവൻ കഴിയുന്നത്? മഹാരാജാവേ, കാട്ടിലാണ് അവന്റെ താമസം. മഹാരാജാവിന്റെ വീട്ടിൽ അവൻ വരാറില്ലേ? കൊട്ടാരത്തിൽ അവൻ വരാറില്ലേ? മഹാരാജാവേ, ഇടക്കിടക്ക് വരും, ഞാൻ ശ്രദ്ധിക്കാറില്ല. ആ സമയത്താണ് അവൻ വരുന്നത്. അതുകൊണ്ട് തന്നെ തീരെ ഞാൻ അവനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവന്റെ ചെയ്തികൾ കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ മുഴുവനും പ്രജകളെ മുഴുവനും ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ് എന്ന് രാജാവ് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനും വരാം. ഒരു കൂട്ടം പട്ടാളക്കാരെയും കൂട്ടി മഹാരാജാവ് അവൻ രാത്രി മുഴുവനും കളവും വ്യഭിചാരവും രാത്രി മുഴുവനും സ്ത്രീകളെ കവർ ചെയ്യുന്ന അവനെ കാണാൻ പകൽ മുഴുവനും ധ്യാനത്തിൽ കഴിയുന്ന കൊടുംവനത്തിൽ ലക്ഷ്യം വെച്ച് മഹാരാജാവും ഒരു കൂട്ടം പട്ടാളക്കാരും മുന്നോട്ട് ചെന്ന് കണ്ടു. മഹാരാജാവ് കൊടുംവനത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ മുന്നിലായി വന്നു നിന്നേ, മടിയാതെ ദുഷ്ടന മഹാരാജൻ നെഞ്ചു പിളർത്തിയിടുന്നേ, മനമിൽ നീരച്ച പോലെ ആ നാടിന്റെ സുൽത്താനായി വാണിടുന്നേ, രാജനറിഞ്ഞിടുന്നേ, കിസയെല്ലാം കേട്ടു തരിച്ചിടുന്നേ, കാട്ടിൽ കഴിഞ്ഞിടുന്ന നമ്രൂദിനെ കാണാൻ പുറപ്പെടുന്നേ. രാജാവും പരിവാരങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ അവൻ നിദ്രയുടെ കരാളഹസ്തത്തിൽ അമർന്ന കുടുംബനത്തിലേക്ക് എത്തിയപ്പോ പലരും ഉറങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോ അതെന്റെ പ്രിയപ്പെട്ട മകന്റെ കൂട്ടുകാരാണ് എന്ന് പറയുകയും മഹാരാജാവ് അവരെ പ്രതിരോധിക്കാൻ പട്ടാളക്കാരോട് കൽപ്പിച്ചപ്പോ അവർ പടവാൾ എടുത്തുകൊണ്ട് അവരുടെ മുന്നിലേക്ക് ചാടി വീണപ്പോ അവരവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ യുദ്ധപ്രതീതിയിൽ ഉള്ള അനുഭവങ്ങളുമായി പരസ്പരം വെട്ടുകളും മുട്ടുകളും ആക്രോശങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോ മരത്തിന്റെ മുകളിൽ ആരും കാണാതെ നിന്നിരുന്ന നമ്രൂദ് എന്ന സാക്ഷാൽ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഊരിപ്പിടിച്ച പടവാളുമായി മഹാരാജാവിന്റെ ശിരസിനെ നേർക്ക് ചാടി വീണു. മഹാരാജാവ് നിലത്ത് പതിച്ചപ്പോ പെട്ടെന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് മഹാരാജാവിന്റെ മുന്നിൽ പടവാള് കൊണ്ട് മഹാരാജാവിന്റെ ശിരസ് നോക്കി ആഞ്ഞു വെട്ടിയപ്പോ മഹാരാജാവ് പിടഞ്ഞ് ലോകത്തോട് വിട പറയുമ്പോൾ പട്ടാളക്കാര് ചോദിച്ചു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? നിന്നെ പാലും തേനും പാച്ചറും നൽകി വളർത്തിയ നിന്റെ പിതാവിനെ അല്ലടാ നീ കൊന്നത് എന്ന് പറഞ്ഞപ്പോ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എടാ എന്റെ പ്രിയപ്പെട്ട പടയാളികളെ, എന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ ഞാൻ പൂവിട്ട് പൂജിച്ച ഒരാഗ്രഹമാണ് എന്റെ പിതാവിനെ കൊന്നുകൊണ്ട് എന്റെ വളർത്തച്ഛനെ കൊന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ അധിപനാവുക എന്നുള്ളത്. അതിപ്പോ നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പൊട്ടിപ്പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഊരിപ്പിടിച്ച പടവാളുമായി രക്തക്കറമാറാത്ത പടവാളുമായി അതിശീഘ്രം കൊട്ടാരത്തിലേക്ക് കയറുകയാണ്. വജ്രങ്ങളായും ഗോമേധങ്ങളാലും പണി കഴിപ്പിച്ചിട്ടുള്ള ശ്യാമെന്ന രാജ്യത്തിന്റെ അധിപന്റെ സിംഹാസനത്തിലേക്ക് കയറിയിരുന്നു കൊണ്ട് രക്തക്കറമാറാത്ത പടവാള് മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, ഇനി താനാണ് രാജാവ്, ഇനി ഞാനാണ് രാജാവ്, എന്നെ നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് ആരുടെയും തൃപ്തിയോ ബൈഅത്തോ ഒന്നുമില്ലാതെ ശ്യാമെന്ന രാജ്യത്തിന്റെ അധിപനായ നമ്രൂദ് മാറുന്ന ഒരു വല്ലാത്ത സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നു. ആ രാജ്യത്തിന്റെ അധിപനായത് മുതൽ അവൻ അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് റബ്ബ്, നിങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പലവിധ നിയമങ്ങളും അവൻ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അവൻ സ്വപ്നങ്ങൾ കാണുകയാണ്.
സ്വപ്നങ്ങൾ കാണുകയാണ് പലതും. മുന്നോട്ടേക്ക് പോവുകയാണ്, തീർക്കുകയാണ്. സ്വപ്നങ്ങൾ കാണുന്നതിന്റെ ഇടയിൽ അവൻ കണ്ട സ്വപ്നം എന്താണെന്നറിയുമോ? രാത്രി ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോ ഒരു വലിയ ഭീമാകാരമായ ഒരു സ്വപ്നത്തിലേക്ക് അവൻ വഴുതി വീഴുകയാണ്. എന്താണത്? ഒരു രാജൻ കണ്ടു ഒരു വാനിൽ പൊങ്ങുന്നേ, അമറിന്റെ പ്രഭയെ കണ്ണി തിളങ്ങുന്ന ഒരു ദിവ്യ പ്രകാശത്തെ കാണുന്നേ, ഒരു ദിവ്യ പ്രകാശത്തെ കാണുന്നേ. ഒരു ദിനമകലെ കാഴ്ച രാജൻ കണ്ടു ഒരു വാനിൽ പൊങ്ങുന്നേ, അവരിന്റെ പ്രഭയേക്കാൾ മിന്നി തിളങ്ങുന്ന ഒരു ദിവ്യ പ്രകാശത്തെ കാണുന്നേ, ഒരു ദിവ്യ പ്രകാശത്തെ കാണുന്നേ. സഹോദരങ്ങളെ, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്നും ഒരു പ്രകാശം ഉദിച്ചുയരുന്നു. അവൻ കാണുന്നു. ചന്ദ്രന്റെ പ്രഭയെ അത് മറച്ചു കളയുന്നു. നേരം വെളുക്കുന്നു, ആ നക്ഷത്രം സൂര്യന്റെ പ്രഭയെയും മറച്ചു കളഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സ്വപ്ന വ്യാഖ്യാതാക്കളോട് വിളിച്ചു പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇവിടെ ഒരു കുട്ടി ജനിക്കാൻ വേണ്ടി പോവുകയാണ്. ആ കുട്ടി കാരണമായി നിങ്ങളുടെ ഭരണാധികാരം നഷ്ടപ്പെടും. അങ്ങയെ കൊല്ലാൻ, അല്ലെങ്കിൽ അങ്ങയുടെ ജീവിതം പോലും, നിങ്ങളുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന ഒരു കുട്ടിയാണ് ജനിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. നാട്ടിലേക്ക് ഇറങ്ങുന്നു. ആ കുട്ടി ജനിച്ചോ എന്ന് ചോദിക്കുന്നു. ഇല്ല, അവൻ ഏതാനും ദിവസങ്ങൾക്കകം ജനിക്കുമെന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഗർഭിണികളായ സഹോദരിമാരെ അവൻ കൊല്ലുകയാണ്. അതുപോലെ പുരുഷന്മാരെ സ്ത്രീകളിൽ നിന്ന് അകറ്റി നിർത്തുകയാണ്. അങ്ങനെ അവൻ പലതും ചെയ്യുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ വിധി നടക്കുകയാണ്. നമ്രൂദിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ആസർ, അല്ലെങ്കിൽ താറാഹ് എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്ന ആസർ, അതാ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് മഹാരാജാവിന്റെ സമ്മതപ്രകാരം അതാ തന്റെ വീട്ടിനെ ലക്ഷ്യം വെച്ച് പോകുന്ന അത്ഭുതകരമായ അല്ലാഹുവിൻ വിധി അന്ന് നടന്നിടുന്നേ, അവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആസർ അങ്ങനെ നടന്നു വരികയാണ്. ആസർ ഇങ്ങനെ നടന്നു വന്ന് തന്റെ വീട്ടിലേക്ക് എത്തുന്നു. പ്രിയപ്പെട്ട ഭാര്യ ലുബ്നയെ കാണുന്നു. ലുബ്നയോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, മഹാരാജാവിന്റെ കൽപ്പന ഉണ്ട്, ഭാര്യയെ കാണാൻ പാടില്ലെന്ന്. ലുബ്ന പറഞ്ഞു, ഇങ്ങോട്ട് ബാ ചങ്ങായി, ഭാര്യനെ കാണാൻ പാടില്ലെന്ന് എത്ര മാസമായി നിങ്ങൾ പോയിട്ട് ഇങ്ങോട്ട് ബാ. ഭാര്യ അങ്ങോട്ട് സ്നേഹത്തോടെ വിളിച്ചപ്പോ ആസർ അങ്ങോട്ട് കടന്നുപോയി. പിന്നെ ചരിത്രത്തിൽ കാണാം, ആസർ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ലുബ്നയുമായി പരസ്പരം സുന്ദരനാളായി മഞ്ഞാൻകൂറത്തിൽ മധുരിക്കുന്ന ഒരു സുരൻ പാരിൽ പിറക്കുന്നു അജവേറി. മഞ്ഞാൻകൂറത്തിൽ മധുരിക്കുന്ന ഒരു സുരൻ പാരിൽ പിറക്കുന്നു അജവേറി. മന്നരശനും കിര കണ്ടു മഹാമോഹം വാരിൽ നിമിടത്തിൽ അലങ്കാരി. നടം തിരിഞ്ഞുള്ള വിഴി രണ്ടിൽ ചിരി തൂകും നാരിലുകനക്ക് പൊഷിയായി. നേരമസരത്തി അകതാരിൽ അതിമോഹം പൂക്കും സുന്ദരനാളായി. സഹോദരങ്ങളെ, ഹലോ, കുറച്ച് വോളിയം കൂട്ടിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ആസർ തന്റെ പ്രിയപ്പെട്ട ലുബ്നയുമായി ബന്ധപ്പെടുന്നു. അത് മഹാരാജാവും മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ ആളുകളും ഒന്നും തന്നെ അറിയുന്നില്ല. ലുബ്നയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളർന്ന് വരികയാണ്. എന്നാൽ വീട്ടിൽ പ്രസവിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ലുബ്ന തന്റെ വീട്ടിന്റെ പിൻഭാഗത്തുള്ള മലമുകളിൽ കയറി പ്രസവിച്ചിട്ട് പൊന്നുമോനെ ഒരു ഇല വിരിച്ച് കിടത്തിയിട്ട് പറഞ്ഞു, മോനെ, മഹാരാജാവ് കണ്ട കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്ന സമയമാണ്. എന്റെ പൊന്നുമോനെയും എന്റെ മുന്നിലിട്ട് മഹാരാജാവിന്റെ പട്ടാളക്കാർ കൊല്ലുന്നത് കാണാൻ എന്നെ കൊണ്ട് വയ്യ പോലെ എന്ന് പറഞ്ഞിട്ട് ഒരു ഗുഹയിൽ കിടത്തിക്കൊണ്ട് ആ ഉമ്മ തിരിച്ചു വരികയാണ്. പക്ഷേ
അള്ളാഹുവിന്റെ പ്രവാചകനായി മാറേണ്ട ആ കുട്ടിയെ അള്ളാഹു സംരക്ഷിക്കുന്ന അത്ഭുതകരമായ ചരിത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. ഒരു വിരലിലൂടെ തേനും ഒരു വിരലിലൂടെ പച്ചവെള്ളവും ഒരു വിരലിലൂടെ പാലും പടച്ച റബ്ബുൽ ഇസ്സത്ത് ആ കുട്ടിക്ക് നൽകി. ആ കുട്ടി വളരുകയാണ്. ഇടക്കിടക്ക് ഉമ്മ പോയി നോക്കും, കുട്ടിക്ക് വേദനയില്ല. ചെഞ്ചരണങ്ങൾ ഇളക്കി കാലുകൾ തല്ലി കളിക്കുന്ന പൊന്നുമോനെ കാണുമ്പോ ആ ഉമ്മയ്ക്ക് സന്തോഷമായി. അങ്ങനെ ഉമ്മ തിരിച്ചു വരും. ഏകദേശം 1, 2, 3 വയസ്സൊക്കെ കുട്ടിക്കായി. കുട്ടി ആ കൊടുംവനത്തിൽ കഴിയാണ്. പടച്ചോന്റെ കുതിരത്തെന്നല്ലാതെ എന്ത് പറയാൻ. ഒരു ദിവസം ഉമ്മ അങ്ങനെ കാട്ടിലേക്ക് പോയി തിരിച്ചു വന്നു. അപ്പോഴാണ് ആസർ വീട്ടിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആസർ വന്നപ്പോൾ ലുബന ഇതൊന്നും അറിയിക്കാതെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പോലും എന്റെ ഉദരത്തിലൊരു കുഞ്ഞുണ്ടായിരുന്നു, ഞാൻ ഗർഭിണിയായിരുന്നു, ഞാൻ പ്രസവിച്ചു എന്ന കാര്യം പോലും പറഞ്ഞില്ല. കാരണം എന്താ? നമ്രൂദിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാ, മഹാരാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്. എന്റെ ഭർത്താവ് തന്നെ മഹാരാജാവിനെ ഉറ്റുകൊടുക്കും, എന്റെ ഭർത്താവ് തന്നെ എന്റെ പൊന്നുമോനെ കൊല്ലും എന്ന് ബോധമുള്ള ലുബ്ന എന്ന പെണ്ണ് ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു എന്ന് പോലും പറഞ്ഞില്ല. അങ്ങനെ ഭർത്താവിനെ സേവിക്കാൻ വേണ്ടി ഭർത്താവിനോട് വർത്താനം പറയാൻ വേണ്ടി ലുബ്ന പോയപ്പോഴാണ് ആ കുടുംബനത്തുനിന്ന് കുട്ടി ഇറങ്ങി വന്ന് ഉമ്മയുടെ പിന്നിൽ വന്നോണ്ട് വിളിച്ചു, ഉമ്മാ ഉമ്മാ തന്റെ കീനാവത്ത മകനടുത്തേ ഉമ്മാചാരേ നിലാവീവൻ കരഞ്ഞടുത്തേ ബദറത്ത മുഖം കണ്ട് രസിച്ചിടുന്നേ മദിയൊത്ത വചനവും ശ്രവിച്ചിടുന്നേ ഉമ്മ തന്റെ കീനാവത്ത മകനടുത്തേ ഉപ്പാച്ചാരേ നീലാവീവൻ കരഞ്ഞടുത്തേ ബദറത്ത മുഖം കണ്ട് രസിച്ചിടുന്നേ മദിയൊത്ത വചനവും ശ്രവിച്ചിടുന്നേ. സഹോദരങ്ങളെ, കഥയുടെ കാതലായ വശം മാത്രം പറഞ്ഞ് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഉമ്മാന്ന് വിളിച്ചപ്പോ ഉമ്മ ലുബനെ തിരിഞ്ഞു നോക്കിയപ്പോ, പൊന്നാര മോനെ കരളേ ഉണ്ടാടാ, നീ കാട്ടിലേക്ക് പോ മോനെ എന്ന് പറഞ്ഞപ്പോ മാ എന്ന് പറഞ്ഞ് ആ മോന് വന്നപ്പോ ആസർ ചോദിച്ചു, ഇതേതാടാ കുട്ടി? ലുബന ഒന്നിങ്ങനെ വരുങ്ങി. അന്ന് നിങ്ങൾ വന്ന് ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടോ, അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു. എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? നിങ്ങൾക്കറിയാലോ, മഹാരാജാവ് പൊന്നു മക്കളെ കൊല്ലുന്ന സമയല്ലേ. പ്രിയപ്പെട്ട ഭർത്താവ്, എന്നോട് ക്ഷമിക്കണം ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ലുബന പൊട്ടി കരഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞപ്പോ ആ പൊന്നുമോന്റെ മുഖം കണ്ടപ്പോ ആ ഉപ്പ ആസറിനും സന്തോഷായി. മഹാരാജാവ് അറിയാൻ പാടില്ല കേട്ടോ ലുബന, മഹാരാജാവ് പറഞ്ഞ എന്റെ ജോലി പോകും, എന്റെ കാര്യം പോക്ക അറിയില്ലെന്ന് പറയുകയും അവർ ആ കുട്ടിക്കൊരു പേരിട്ടു, ഇബ്രാഹിം. ആ ഇബ്രാഹിം എന്ന പൊന്നുമകൻ അങ്ങനെ ലുബ്നയുടെ വീട്ടിൽ അങ്ങനെ വളരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളർന്ന് കൗമാരപ്രായത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ആ കുട്ടി ജനങ്ങളോട് പറയാൻ തുടങ്ങി, പ്രിയപ്പെട്ട പിതാവിനെ വാദിച്ചോടെ ഇലാഹെന്നൂരത്തെ ഇബ്രാഹിം നബിയോരും ഹസറിൽ കേറി ഇഖ്ലാസാൽ തൗഹീദിന്റെ വചനമോദി ഇബ്രാഹിം നബിയോരും ഹസറിൽ കേറി ഇഖ്ലാസാൽ തൗഹീദിന്റെ വചനമോദി ഉമ്മത്തന്റെ കീനാവത്ത മകനടുത്തേ ഉപ്പാച്ചാരേ നീലാവീവൻ കരഞ്ഞടുത്തേ ബദറത്ത മുഖം കണ്ട് രസിച്ചിടുന്നേ മദിയൊത്ത വചനവും ശ്രവിച്ചിടുന്നേ. ഇബ്രാഹിം എന്ന പൊന്നുമോൻ അള്ളാഹുവിന്റെ പ്രവാചകനായി മാറുകയാണ്. ശംസിനെയും സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന ചിലര്
സാക്ഷാൽ രാജാവിനെ ദൈവമായി കരുതുന്നു ചിലര്. അവരോടൊക്കെ പറഞ്ഞു, യഥാർത്ഥ അല്ലാഹുവാണ്, പടച്ചവനാണ് ഈ ലോകം സൃഷ്ടിച്ചു പോറ്റുന്നവൻ. നിങ്ങൾ ആരാധിക്കുന്നതിനൊന്നും ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയില്ലെന്ന് ജനങ്ങളെ ബോധവാന്മാരാക്കി. ശംസിനെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബി കൂടി. അവർ പറഞ്ഞു, ഇബ്രാഹിം നമ്മളോട് കൂടെ ഉണ്ടല്ലോ. ശംസ് അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, അസ്തമിക്കുന്നത് ഒരിക്കലും ദൈവമല്ല, നിങ്ങൾ ആരാധിക്കുന്നത് ഒരിക്കലും ദൈവമല്ല. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ചന്ദ്രനെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ കൂട്ടത്തിൽ ചെന്നിരുന്നു. ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ അവരോട് പറഞ്ഞു, അസ്തമിക്കുന്നത് അല്ലാഹല്ലടാ, അസ്തമിക്കുന്നത് പടച്ചോനല്ല, ഈ ലോകം സൃഷ്ടിച്ചു പോറ്റുന്ന സർവേശ്വരനായ അല്ലാഹുവാണ്. അങ്ങനെ ഇബ്രാഹിം നബിയെ നമ്രൂദിന്റെ കൊട്ടാരത്തിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് പറഞ്ഞു, നമ്രൂദേ, എന്റെ നാഥനെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയുമെന്ന് പറഞ്ഞപ്പോ തടവിലാക്കപ്പെട്ട വധശിക്ഷക്ക് വിധിക്കപ്പെട്ടവനെ അവൻ വെറുതെ വിടുകയും എന്നാൽ പുറത്തേക്ക് ഒരു ശിക്ഷയുമില്ലാതെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടാൻ തീരുമാനിച്ചവനെ, വിധിക്കപ്പെട്ടവനെ പടവാൾ കൊണ്ട് വെട്ടിയിട്ടവൻ പറഞ്ഞു, പൊട്ടനായ നമ്രൂദ് പറഞ്ഞു, എടാ ഇവനെ വധിക്കേണ്ടവനല്ല, പക്ഷെ ഞാൻ അവനെ വധിച്ചു. മറ്റവനെ കൊല്ലേണ്ടവൻ അവനെ ആ കൊല്ലുന്നില്ല, ജീവിപ്പിച്ചു. എന്റെ നാഥൻ അസ്തമിക്കുകയും ഉദിപ്പിക്കുകയും ചെയ്യുന്നവനാണ്, അതിന് നിനക്ക് കഴിയോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോ അതിനുത്തരം പറയാൻ നമ്രൂദിന് കഴിഞ്ഞില്ല. ജനങ്ങളുടെ മുന്നിൽ അവൻ എളിഭ്യനായി. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവർ, ആ നാട്ടിൽ വലിയ ഒരു ആഘോഷം നടക്കുകയാണ് ബാബിലോണിൽ. ജനങ്ങൾ മുഴുവനും, ആ ബാലവൃദ്ധം ജനങ്ങളും പങ്കെടുക്കുന്ന വലിയ ആഘോഷം. ഇവിടെ പാണത്തൂറിലെ ഈ മഹാന്മാരുടെ പേരിൽ നടക്കുന്ന ഈ ഉറൂസിൽ നാട്ടുകാരെ മുഴുവനും വരേണ്ട ഉറൂസാണ്. പലരും ഇവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുമുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടി അത് വിജയിപ്പിക്കേണ്ടത് ഞങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ആ നാട്ടിൽ ഭയങ്കര ഒരു ഉത്സവം നടക്കുകയാണ്. ജനങ്ങൾ പലരും ഒരുമിച്ച് കൂടി. ഇബ്രാഹിനോട് ചിജു വരുന്നോടാ, ഇബ്രാഹിം നബി പറഞ്ഞു, വലിയ സുഖയില്ല, ഞാൻ വരുന്നില്ല. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഘോഷം നടന്ന് തിരിഞ്ഞു വരുമ്പോൾ അവർ കണ്ടത് അവരുടെ വിഗ്രഹങ്ങളൊക്കെ തലകീഴായി മറഞ്ഞതാണ്. അത് ഇബ്രാഹിം അല്ലാതെ മറ്റാരും ചെയ്യില്ല എന്ന് അവർ ബോധ്യപ്പെടുകയാണ്. ചരിത്രങ്ങൾ കൂടുതൽ വിവരിക്കാൻ ഈ ആധുനിക സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഞാൻ മുതിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങൾക്ക് ചരിത്രങ്ങൾ മുഴുവനും അറിയാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ നടന്നു. ഇതൊക്കെ ഇബ്രാഹിമാണെന്ന് നമ്രൂദിന്റെ കോടതി വിധിയെഴുതി. എന്തു ചെയ്യും? ചിലർ പറഞ്ഞു, പടവാൾ കൊണ്ട് വെട്ടിക്കൊല്ലണം, ഓരോരോ അവയവങ്ങൾ ഛേദിച്ചുകൊണ്ട് കൊല്ലണം. അങ്ങനെ അവസാനം അവരൊരു തീരുമാനത്തിലെത്തി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിയൊരു തീക്കുണ്ടമുണ്ടാക്കി ആ തീയിലിട്ട് കരിക്കാൻ തന്നെ തീരുമാനിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ മുഴുവനും നേർച്ച നേർന്നുകൊണ്ട് വലിയൊരു കുഴിയുണ്ടാക്കി. നാട്ടിൽ നിന്ന് കിട്ടാവുന്ന വിറകുകൾ മുഴുവനും അതിൽ കൊണ്ടുവന്ന് വിറകുകൾ കൊണ്ടുവന്ന് ശേഖരിച്ച് എണ്ണക്കയുടെ പീപ്പകൾ കൊണ്ടുവന്ന് അതിലേക്ക് ഒടിച്ചു, അതിൽ കത്തിച്ചു. ഇനി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് നമ്രൂദിന്റെ നേതൃത്വത്തിൽ സന്തോഷത്തോടു കൂടി തിമർത്തിത്താടുന്ന ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ട് ഇനി ഇബ്രാഹിമിന്റെ ശല്യമില്ലാകില്ല എന്ന് ബോധ്യപ്പെട്ട നമ്രൂദ് രാജാവും എന്റെ പ്രിയപ്പെട്ടവളെ, നമ്രൂദിന്റെ പടയാളികൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ തീയിടാൻ വേണ്ടി കൊണ്ടുപോകുന്ന വല്ലാത്ത ദയനീയമായ ഒരു അവസ്ഥ. അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിടാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ആകാശഭൂമികൾ പ്രകമ്പനം, മലക്കുകൾ വാനലോകത്ത് വെച്ച് കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകരെ തീയിലിടുകയാണെന്ന് പറഞ്ഞപ്പോ തേങ്ങയിൽ ഒരു കരച്ചിൽ പോലും ഇല്ലാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നു. അവിടെ വന്ന് ചോദിച്ചു, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മലാക്കമാർ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? ഞാൻ എൻ്റെ റബ്ബിനെ വിശ്വസിച്ചു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ എല്ലാം എൻ്റെ പടച്ച റബ്ബിനെ വരമേൽപ്പിച്ചിട്ടുണ്ട്. അവൻ എന്നെ നോക്കിക്കൊള്ളുമെന്ന ഒരു പൂർണ്ണമായ തൗഹീദിന്റെ വിശ്വാസം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മലാഖമാരോട് വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്നതൊക്കെ വലിയൊരു ചരിത്രമാണ്. അപ്പോഴേക്കും സ്വർഗത്തിലുള്ള വിരിപ്പ് കൊണ്ടുവന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിരിച്ചിരിക്കുന്നു. മാത്രമല്ല ആ തീയോട് പടച്ച ഭൂമിയും സങ്കടകടലാവുന്നേ, എരിയുന്ന തീരായി എറിയുവാനായി
കടലാവുന്നേ പതറാതെ നിന്നിരുന്നു നബിയൊരു എല്ലാ മഹകളിൽ ചൊന്നിരുന്നു ആ പൂമാനും എരിയുന്ന തീരായി എറിയുവാനായി ഒരുങ്ങുന്നേ വാനവും ഭൂമിയും സങ്കട കടലാവുന്നേ. സഹോദരങ്ങളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലേക്ക് വലിച്ചെറിയാൻ അവർക്ക് കഴിയുന്നില്ല. അതിശക്തമായ തീ അവരിലേക്ക് വരാൻ തുടങ്ങിയപ്പോ, അവരുടെ സമീപത്തേക്ക് പോകാൻ വയ്യാതെ വന്നപ്പോ ഇബ്ലീസ് പറഞ്ഞുകൊടുത്തത് വഴി മിഞ്ചനീക്ക് എന്ന യന്ത്രത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇരുത്തിയിട്ട് ഒരൊറ്റ ഏറ് അഗ്നിയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഗ്നിയിലേക്ക് അഗ്നി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ കൽപ്പന, ബർദം വസ്സലാമൻ അലാ ഇബ്രാഹിം. ഓ അഗ്നിയെ, ഓ അഗ്നിയെ, എന്റെ ഇബ്രാഹിമിന് നീ തണുപ്പും രക്ഷയുമാകണം. നിന്റെ യഥാർത്ഥ സ്വഭാവം എന്റെ ഇബ്രാഹിമിന്റെ മേൽ നീ പ്രയോഗിക്കല്ലേ എന്ന ഒരു കൽപ്പന അള്ളാഹു സൃഷ്ടിച്ച അഗ്നിക്ക് നൽകിയപ്പോ ആ അഗ്നി എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ തനി സ്വഭാവം മാറ്റി തണുപ്പും രക്ഷയുമാക്കി മാറ്റിയിരിക്കുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നതില്ല നബിയോരിൽ നാദന്ദമരാലെ ചിറകു നീട്ടി മലക്കുമേ ആശിച്ചപ്പോഴും വന്നതില്ല നബിയോരിൽ നാദന്റെ മാറാലെ ചിറകു നീർത്തി മലക്കുമേ ആർപ്പൂവിളികളും പൊങ്ങിടുന്നു ആഘോഷമാ ആനന്ദമാറുന്ന കാഴ്ച കാണാനായി വെമ്പേലായിരിയുന്ന തീരായി എറിയുവാനായി ഒരുങ്ങുന്നേ വാനവും ഭൂമിയും സങ്കട കടലാവുന്നേ പതറാതെ നിന്നിടുന്നു നബിയോരും എല്ലാ മഹനോരിൽ ചൊന്നിടുന്നു ആ പൂമാനം. അസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന ആപ്തവാക്യം ഉരുവിട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്. ചരിത്രത്തിൽ കാണാം, 7 ദിവസത്തോളം ആ അഗ്നി ആളിക്കത്തിയെങ്കിലും ഒരു ഭാഗത്ത് ആനന്ദ നൃത്തം ചവിട്ടി ഇബ്രാഹിമിന്റെ ശല്യം നമുക്കിനി ഉണ്ടാവില്ല എന്ന് പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 7 ദിവസങ്ങൾക്ക് ശേഷം ആ തീയിൽ നിന്ന് പുതുമണവാളനെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു വരുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ അത്ഭുതവും അമ്പരപ്പും കൊണ്ട് ആ സന്ദർഭത്തിൽ പരിശുദ്ധമായ ദീനിന്റെ ശാധുര തീരത്തേക്ക് പലരും കടന്നു വരുന്ന വലിയ അത്ഭുതകരമായ രംഗമാണ് കണ്ടത്. പക്ഷേ നമ്രൂദും ആളുകളും കടന്നു വന്നില്ല. പിന്നെയും ദിവസങ്ങളോളവും മാസങ്ങളോളവും അവന്റെ ജീവിത അവസാനം വരെയും പരിശുദ്ധമായ ദീനിനെ ദ്രോഹിക്കുന്നതിനും ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയാണ് അവന്റെ ജീവിതം അവൻ തള്ളി നീക്കിയത്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സത്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ധിക്കാരപൂർവം പ്രവർത്തിച്ച ഒരുപാട് ആളുകളുടെ പരാജയത്തിന്റെ കഥകൾ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള നമ്രൂദ് നിസ്സാരമായ ഒരു കൊതുക് അവന്റെ നാസദ്വാരത്തിലൂടെ കയറി അങ്ങനെ തലച്ചോറിലേക്ക് കയറി പതച്ച് പതച്ച് വേദന തിന്ന് 40 ദിവസത്തോളം പുഴുവരിച്ചിട്ട് ജനങ്ങൾക്കും നാട്ടുകാർക്കും വേണ്ടാത്ത രീതിയിൽ
അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവൻ്റെ കുടുംബവും നാട്ടുകാരും മുഴുവനും ഒഴിവാക്കുന്ന രീതിയിലായിരുന്നു അവൻ്റെ അന്ത്യം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് കളിച്ചതിൻ്റെ പരിണിത ഫലമാണ് അവിടെ സംഭവിച്ചത്. ഇനിയും ഈ ചരിത്രം ദിവസങ്ങളോളം പറയുവാനുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാറാ ബീവിയെക്കുറിച്ചും ആജർ ബീവിയെക്കുറിച്ചുമുള്ള ഒരുപാട് നല്ല നല്ല ചരിത്രങ്ങൾ ഇനി പോകാനുണ്ട്. സമയം വൈകിയത് കൊണ്ടും നിങ്ങളുടെ ക്ഷമ പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ ചെറിയൊരു ദുആ ചെയ്തുകൊണ്ട് നമുക്ക് വരികയാം. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു പൂർത്തീകരിച്ചു തരും. സുഖവും സഹനവും തരണമല്ലാ. സുബ്ഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം. സ്തുതിയും സ്വലവാതും നിനക്കാണല്ലാ. സുഖവും സഹനവും തരണമല്ലാ. സുബ്ഹി മുതൽ ഞങ്ങൾ തുടക്കം തേടും സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം. ഹക്കേ അനുഗ്രഹം ചൊരിഞ്ഞിടണേ. ഖാതിം റസൂലിൽ കനിഞ്ഞിടണേ. ഹക്കേ അനുഗ്രഹം ചൊരിഞ്ഞിടണേ. ഖാതിം റസൂലിൽ കനിഞ്ഞിടണേ. മുഴുവനും അഭയം തന്നേ. ദിക്റും ശുക്രോദം നിനക്കായിന്ന്. സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ. സുഖവും സഹനവും തരണമല്ലാ. സുബ്ഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം. സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം.